Good morning everyone. Welcome to Adda247 Malayalam channel. This is Rindu Sebastian and welcome to the Hindu Editorial Analysis of 14th April 2022. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് വൊക്കാബ് ഏതൊക്കെയാണ് ഉള്ളത്, അതുപോലെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. സോ വെൽക്കം ആൻഡ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ, നമ്മുടെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമുക്ക് എല്ലാ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഉള്ള സെഷനാണ് കേട്ടോ. ബാങ്കിങ് ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ESIC ആയിക്കോട്ടെ, അതുപോലെ UPSC ലെവൽ എക്സാംസ്, KS എക്സാം ആയിക്കോട്ടെ, അതോ PSC എക്സാംസ്, ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് വൊക്കാബ് പഠിക്കാം, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് റീബിൽഡ് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങളുടെ റീഡിങ് സ്കിൽസ്, കോംപ്രഹെൻഷൻ സ്കിൽസ്, അതുപോലെ റൈറ്റിംഗ് സ്കിൽസ്, അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന, അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് ഓഫ് കോഴ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അല്ലേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ എന്തായാലും വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് എല്ലാവരും അല്ലേ. നാളെയാണ് നമുക്ക് വിഷു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വിഷു ആശംസകൾ നേരത്തെ തന്നെ ഞാൻ നേരുകയാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ കോട്ട് ഇന്ന് ഇതാണ്: മോട്ടിവേഷൻ ഇസ് വാട്ട് ഗെറ്റ്സ് യു സ്റ്റാർട്ടഡ്. നമുക്ക് മോട്ടിവേഷൻ വേണം, ഇൻസ്പിറേഷൻ, എവിടെയെങ്കിലും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മോട്ടിവേഷൻ പറഞ്ഞ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ദാറ്റ് ഈസ് വാട്ട് ഗെറ്റ്സ് യു സ്റ്റാർട്ടഡ്. പക്ഷെ അതാണ് നമ്മളെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ മോട്ടിവേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ പോകണം. യു ഹാവ് ടു മൂവ് ഓൺ അല്ലേ. നെക്സ്റ്റ് സ്റ്റേജ് എന്താ? ഹാബിറ്റ് ഇസ് വാട്ട് കീപ്സ് യു ഗോയിങ്. ഓർത്തോണം, മോട്ടിവേഷൻ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ അത് ഹാബിറ്റ് ആക്കിക്കോണം, ഒരു ശീലമാക്കിക്കോളുക. ആ ശീലമായിരിക്കണം നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത്. നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം കേട്ടോ അത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആ ശീലത്തിലോട്ട് വരിക കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ക്ലിയർ? യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് നോക്കാം, നമ്മളുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. അപ്പോൾ 2 ആർട്ടിക്കിളാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ മധ്യപ്രദേശിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോൾ നിങ്ങൾ അറിയായിരിക്കും, നമ്മുടെ നോർത്തിൽ രാംനവമി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊസഷൻ ഒക്കെ നടക്കുന്നുണ്ട്, തന്നെ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നവരാത്രി അല്ലേ, അതുപോലെ നവരാത്രി പോലെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ അവിടെയുണ്ട്. ഒക്ടോബറിലും ഇപ്പോഴും ഉണ്ട്, ദേവിയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമൊക്കെ ആയിട്ട് ഒരു പ്രൊസഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് എന്താ പറയുക, കമ്മ്യൂണൽ ടെൻഷൻ കൊണ്ടുവരുന്നു. ഹിന്ദുത്വ പ്രൊട്ടസ്റ്റ് നടത്തി മുസ്ലിംസിനെതിരെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം നടന്നായിരുന്നു. നിങ്ങൾ എല്ലാവരും അത് പത്രത്തിൽ വായിച്ചാണ്. അപ്പോൾ ചെറിയ ചെറിയ ഒരസലുകൾ ആൻഡ് റിലേറ്റഡ് ടു ആൻഡ് വളരെ മോശമായ രീതിയിൽ സംസാരം ഒക്കെ വന്നിരുന്നു ഈ പറയുന്ന ഈ റിബൽസ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് ചെയ്ത ആൾക്കാരുടെ ഇടയിൽ നിന്ന് ടുവേർഡ്സ് മുസ്ലിംസ്. അപ്പോൾ ഒരു സെക്ഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം, ഒരു എത്നിക് ഗ്രൂപ്പിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്മ്യൂണൽ ഒരു ടെൻഷൻ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് യു ഗോയിങ് ടു ഡു. നമ്മൾ ഇന്ന് ആ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല, കാരണം നമുക്ക് ആ ആർട്ടിക്കിൾ അല്ല, നമുക്ക് വേറൊരു ആർട്ടിക്കിൾ ഇന്ന് ഉണ്ട്. ഓക്കെ, നമുക്കിന്ന് ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിൾ ഉണ്ട്. പക്ഷേ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇന്ന് നിങ്ങൾക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ആവശ്യം വരും കേട്ടോ. അപ്പോൾ നമുക്കപ്പോൾ ഉള്ളത് ഇന്ന് മെയിനായിട്ട് വന്നിരിക്കുന്നത് ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആർട്ടിക്കിളാണ്, അല്ലെങ്കിൽ ഇക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. നമുക്കറിയാം, നമ്മൾ ഒരിക്കലും ഇക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിൾ വെറുതെ വിടാറില്ല. ഓക്കെ, സോ എന്തായാലും നമുക്ക് ആർട്ടിക്കിൾ നോക്കണം ആൻഡ് ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട്, നിങ്ങൾക്ക് അറിയാം, നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് ആർട്ടിക്കിൾ മെൻഷൻ ചെയ്തതിന് മുമ്പ് നമ്മൾ നമ്മുടെ ഫ്രേസൽ വെർബ്സ്, ഇഡിയംസിലോട്ട് പോകുന്നു, വൺ വേർഡ്സിലോട്ടൊക്കെ പോകുന്നു. അതിനുശേഷമാണ് സിനോണിംസ്, ആന്റണിംസ് റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകുന്നു. ദെൻ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു, ആർട്ടിക്കിൾ ഓഫ് ദി ഡേ. അതിനുശേഷം നമ്മൾ നേരെ പോയി നമ്മുടെ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് നോക്കും ആൻഡ് ഇന്നത്തെ ഹോംവർക്ക്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഫ്രേസൽ വെർബിലോട്ട് തന്നെ പോകാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫ്രേസൽ വെർബ് അല്ലേ. നമ്മുടെ ഫ്രേസൽ വെർബ്, ഫസ്റ്റ് വൺ ഫ്രേസൽ വെർബ് ഇഡിയംസ്. ആദ്യം വൺ വേർഡ് പിടിച്ചോ, ജനസൈഡ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ജനസൈഡ് എന്ന് പറഞ്ഞല്ലേ കൊടുത്തേക്കണേ, ജനസൈഡൽ ടെനർ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. ജനസൈഡൽ, അതായത് ജനസൈഡൽ മീൻസ് റിലേറ്റിംഗ് ടു ജനസൈഡ്, ജനസൈഡൽ മീൻസ് അത് അഡ്ജക്റ്റീവ് ഫോമായി. ജനോസൈഡ് എന്ന് പറഞ്ഞാൽ അത് നൗൺ ആണ്. നിങ്ങൾക്കറിയാലോ, മസക്കർ, കൂട്ടക്കൊലയ്ക്കാണ് ജനസൈഡ് എന്ന് പറയാം. ഒരുപാട് സൈഡ് കേട്ടില്ലേ, മാട്രിസൈഡ്, പാട്രിസൈഡ് അല്ലേ, അതിൽ സൈഡുകൾ, സൂസൈഡ് ഒക്കെ കേട്ടില്ലേ, അതുപോലത്തെ ഒരു സൈഡാണ് ഈ പറഞ്ഞ. സൈഡ് മീൻസ് കില്ലിംഗ് ആണ്, അറിയാലോ. സൈഡ് ഈസ് റൂട്ട് വേർഡ്. ഈ റൂട്ട് വേർഡിൽ നിന്നാണ് പിന്നെ ഉള്ള വാക്കുകളെല്ലാം വരുന്നത് അല്ലേ. സൈഡ് എന്ന വാക്കിൻ്റെ അർത്ഥം കില്ലിംഗ് ആണ്, മർഡർ അല്ലെങ്കിൽ കില്ലിംഗ് ആണ്, കൊലപാതകം അല്ലേ. അപ്പോൾ ജനസൈഡ് ഇസ് ഡെലിബറേറ്റ് കില്ലിംഗ്, അറിഞ്ഞുകൊണ്ട് കൊല്ലുവാണ് കേട്ടോ, അറിഞ്ഞുകൊണ്ട്, അറിയാതെ അല്ല, നിസ്സഹായമായിട്ട് അറിയില്ല,
അറിഞ്ഞുകൊണ്ട് ഒരുപാട് പേരെ, a large number of people, ഒരുപാട് ആൾക്കാരെ കൊല്ലാണ് for a particular nation, from a particular, ഒരു പെർട്ടിക്കുലർ നേഷനിലെയോ അല്ലെങ്കിൽ എത്നിക് ഗ്രൂപ്പിലെയോ, ഗ്രൂപ്പിൻ്റെ ഇത് ചെയ്തപ്പോൾ മാറിപ്പോയി, സെറ്റാക്കി തരാം ഇപ്പോൾ തന്നെ. എത്നിക് ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്തപ്പോൾ മാറിയതാണ്. ഓക്കെ, അപ്പോൾ എത്നിക് ഗ്രൂപ്പിലെയോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നേഷനിലെയോ ആൾക്കാരെ നമ്മൾ കൊല്ലുകയാണ്. അതിന് വേണ്ടിയിട്ട് അതിന് പറയുന്ന പേരാണ് ജനസൈഡ് എന്ന്. നിങ്ങൾക്ക് അറിയാലോ അത്, അല്ലേ? അറിയാവുന്നതാണ്, എക്സാമിന് വരാറുണ്ട് ജനസൈഡ്, അങ്ങനെ സൈഡുകളൊക്കെ. ഓക്കെ, 1 വേർഡ്സ് ഓർത്ത് വെച്ചോളാം. അടുത്തത് is an idiom off guard. Off guard എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? unprepared for a surprise or difficulty. ഗാർഡ് ചെയ്യാൻ മീൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു എന്താ പറയാ, നല്ലൊരു വേർബ്. ഗാർഡ് മീൻസ് നൗണുമാണ് വേർബുമാണ്, അല്ലേ? ഗാർഡ് അല്ലേ, നമുക്കറിയാം സെക്യൂരിറ്റി ഗാർഡിലെ ഗാർഡ് പറയില്ല, ആ ഗാർഡുണ്ട്. അല്ലെ, ഗാർഡ് ചെയ്യുക മീൻസ് പ്രൊട്ടക്ട് ചെയ്യുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാം, എന്താണ്, ഒബ്സർവ് ചെയ്യുക, അങ്ങനെയൊക്കെ അർത്ഥം. ശ്രദ്ധയോടെ നോക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഗാർഡ് ചെയ്യുക എന്നർത്ഥം. പ്രൊട്ടക്ട് ചെയ്യുക, അത് തന്നെയാണ് സംഭവം. പക്ഷെ ഓഫ് ഗാർഡ് എന്ന് വെച്ചാൽ ആ ശ്രദ്ധ വിട്ടുപോവാണ്. ദാറ്റ് മീൻസ് യു ആർ അൺപ്രിപ്പയർഡ്. പ്രിപ്പയർഡ് അല്ല, ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഇഫ് എ ഡിഫിക്കൽറ്റി കംസ് ഓർ ഇഫ് എ സർപ്രൈസ് ഒക്കേഴ്സ്, യു ആർ നോട്ട് പ്രിപ്പയർഡ് അല്ലാത്തൊരവസ്ഥ, പെട്ടെന്ന് സർപ്രൈസ് ആയി പോകും, അല്ലെങ്കിൽ അകപ്പാടെ വെപ്രാളമായി പോകും. അങ്ങനെ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഓഫ് ഗാർഡ് എന്ന് പറയാം. ഓർത്തോണം കേട്ടോ. ഓഫ് ഗാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ അൺപ്രിപ്പയർഡ് ഫോർ എ സർപ്രൈസ് ഓർ എ ഡിഫിക്കൽറ്റി. അതിപ്പോൾ ഡിഫിക്കൽറ്റി ആയിക്കോട്ടെ, സർപ്രൈസ് ആയിക്കോട്ടെ, എന്ത് വന്നാലും നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല അതിന് പറയും ഓഫ് ഗാർഡ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, അക്കൗണ്ടബിൾ ഫോർ സംതിങ്. അക്കൗണ്ട് ഫോർ സംതിങ്. അക്കൗണ്ടബിൾ അല്ല, അക്കൗണ്ട് ഫോർ സംതിങ്. അക്കൗണ്ടബിൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലേ. അക്കൗണ്ടബിൾ മീൻസ് റെസ്പോൺസിബിൾ ഫോർ ആണല്ലേ, റെസ്പോൺസിബിൾ ഫോർ. ഓർത്തോണേ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫ്രേസ് തന്നെ, അക്കൗണ്ടബിൾ അല്ലേ. അക്കൗണ്ടബിൾ ഫോർ, അക്കൗണ്ടബിൾ എന്ന അഡ്ജക്റ്റീവിലൂടെ ഫോറേ വരുള്ളൂ. റെസ്പോൺസിബിൾ ഫോർ, അക്കൗണ്ടബിൾ ഫോർ സംതിങ് കേട്ടോ. സംതിങ് എന്തിനോ വേണ്ടി അക്കൗണ്ടബിൾ ആണ്. അക്കൗണ്ടബിൾ ടു സംബഡിയുമാണ്, അറിയാലോ. അക്കൗണ്ടബിൾ ടു സംബഡി എന്ന് പറയും നമ്മൾ, ഇന്നയാളോട് ഉത്തരം പറയേണ്ട ആവശ്യമുണ്ട് നമുക്ക് എന്ന്. റെസ്പോൺസിബിൾ ടു സംബഡി, ബട്ട് അക്കൗണ്ടബിൾ ഫോർ സംതിങ്, എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ ഫോർ ആണ് കേട്ടോ, ഓർത്തോണം. ആ അക്കൗണ്ട് അതിന് കാരണം അല്ലേ, റെസ്പോൺസിബിലിറ്റി നമ്മുടെ തലയിലാണ് എന്നുള്ള അർത്ഥം. അപ്പൊ അക്കൗണ്ട് ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ ബി ദ കോസ് ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ കാരണമാകുക. യു ആർ ദ കോസ് ഓഫ് സംതിങ് ഓർ സംതിങ്, അല്ലെങ്കിൽ വേറൊരു കാര്യമാണ് ഇസ് അക്കൗണ്ട് ഫോർ സംതിങ്. ഒരു കാര്യം ഇന്ന കാര്യത്തിന്റെ കാരണമാകുക. ദാറ്റ് ഇസ് what account for something means കേട്ടോ. ഓൾ റൈറ്റ്, അടുത്തത് കോൾ ഫോർ. ഇന്നും കോൾ ഫോർ ഉണ്ട്. ഇപ്പൊ നമ്മൾ 3 ദിവസമായി അല്ലേ, ഈ ആഴ്ച തന്നെ എനിക്കൊന്ന് 3 ദിവസമായി നമ്മൾ ഈ കോൾ ഫോർ കാണുന്നു. കോൾ ഫോർ മീൻസ് ഡിമാൻഡ് അല്ലെങ്കിൽ നെസസിറ്റേറ്റ്. ഡിമാൻഡ് ചെയ്യുക, നെസസിറ്റേറ്റ് ചെയ്യുക, അല്ലേ? ഓർത്തോണം കേട്ടോ. അതാണ് കോൾ ഫോർ എന്ന ഫ്രേസൽ വേർബിന്റെ മീനിങ്. അടുത്ത വാക്ക് ഈസ്, ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം, ഓർമ്മയുണ്ടെന്നുള്ള കുറേ നാളായി. മെറ്റ് ഔട്ട്. MET മെറ്റ് അല്ല, മീറ്റിന്റെ പാസ്റ്റൻസ് മെറ്റല്ല, ഇത് മെറ്റ്. ഈ മെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം കേട്ടോ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരാൾക്ക്, കുറച്ച് ആൾക്കാരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ മെറ്റ് ഔട്ട് എന്ന് പറയുന്നു. എസ്പെഷ്യലി മെറ്റ് ഔട്ട് പറയുന്നത് എന്നെ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നറിയോ, പണിഷ്മെന്റ്. അവനവന് വേണ്ടത് പണിഷ്മെന്റ് അവനവന് കൊടുക്കണമെന്ന് പറയില്ല. അപ്പോൾ പണിഷ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും, പെനൽറ്റി ആൻഡ് പണിഷ്മെന്റ്, സാങ്ഷൻ, അതിനൊക്കെയാണ് മെറ്റ് ഔട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയാം. അല്ലാതെ മെറ്റ് ഔട്ട് പറയാറുണ്ട്, പക്ഷെ കൂടുതലായിട്ട് ഫോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇറ്റ്സ് ഫോർമൽ വേർഡ് കേട്ടോ. കുറച്ച് ഫോർമലായിട്ട് മെറ്റ് ഔട്ട് എന്ന് നമ്മൾ പറയാറുള്ളൂ, പക്ഷെ നിങ്ങൾ റിട്ടേൺ ഇംഗ്ലീഷിൽ ഉപയോഗിക്കരുത്, ഫ്രേസൽ വേർബ് ആയതുകൊണ്ട്. സോ മെറ്റ് ഔട്ട് മീൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഓർ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ, ഓർത്തോണം. അടുത്ത വാക്ക് ഈസ് ഹാൻഡ് ഔട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ ഹാൻഡ് ഔട്ട്സ്? എന്തെങ്കിലും ഹാൻഡ് ഔട്ട്സ് ഉണ്ടോ? ഗിവ് ദം ദ ഹാൻഡ് ഔട്ട്സ് കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പം ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു. റോൾ ഔട്ട് അല്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞു. റോൾ ഔട്ട് എന്ന് പറയുമ്പോൾ ഇതാണെങ്കിൽ അത് ഫ്രേസൽ വേർബാണ്. ഇത് ഫ്രേസൽ വേർബാണ്. PV എഴുതാവേ ഫ്രേസൽ വേർബ്. പക്ഷെ റോൾ ഔട്ട് ഇങ്ങനെ ഇട്ടോ, ഹൈഫൻ ഇട്ടിട്ടോ, എങ്കിൽ അതെന്തായി? നൗൺ ആയി. സെയിം മീനിങ് തന്നെ, പക്ഷെ ആയി. അതുപോലെ ഹാൻഡ് ഔട്ട്. ഹാൻഡ് ഔട്ട്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഹാൻഡ് ഔട്ട് ഇങ്ങനെ എഴുതുന്നത് ഹാൻഡ് ഔട്ട്സ് അല്ലേ? ഇത് നൗണാ, സെയിം മീനിങ് തന്നെ, പക്ഷെ നൗണാ. പക്ഷെ ഗ്യാപ്പ് ഇട്ടാൽ ഇത് ഫ്രേസൽ വേർബാ. ഹാൻഡ് ഔട്ട് ചെയ്യാൻ മീൻസ് ഗിവ് ചെയ്യുക, ഒരാൾക്ക് കൊടുക്കുക, എന്തെങ്കിലും ഒരാൾക്ക് കൊടുക്കുക എന്നുള്ള അർത്ഥമാണ്. യു ഗിവ് സംതിങ്, യു പ്രൊവൈഡ് സംതിങ്. പ്രൊവൈഡ് ചെയ്യുക, ഗിവ് ചെയ്യുക. പ്രൊവൈഡ് കുറച്ചുകൂടെ എന്താ പറയുക, സ്റ്റാൻഡേർഡ് വേർഡ്. സ്റ്റാൻഡേർഡ് അല്ല, ഐ മീൻ ഫോർമൽ വേർഡാണ്. പ്രൊവൈഡ്, ഗിവിന്റെ ഫോർമൽ വേർഡ്. ഓക്കെ, ഓർത്തല്ല. ഗെറ്റിന്റെ ഫോർമൽ വേർഡാണ് റിസീവ്. അതുപോലെ തന്നെ പ്രൊവൈഡ്, റിസീവ് ആണ് ഗിവ്, ഗെറ്റ്. ഓക്കെ, സോ എനിവേ നമുക്ക് നോക്കാം. അപ്പൊ ഹാൻഡ് ഔട്ട് കേട്ടോ, ഓർത്തോണേ. ഇനി പറഞ്ഞത് മറക്കരുത്. ഹാൻഡ് ഔട്ട് ഹൈഫൻ ഇട്ടാൽ അത് നൗണായി, പക്ഷെ ഹൈഫൻ ഇടാതെ ഗ്യാപ്പ് ഇട്ട് എഴുതുന്നതിനാണ്
ഫ്രേസൽ വെർബ്സ് ആവും കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ഫ്രേസൽ വെർബുകളുടെ ഒരു ശ്രദ്ധ എപ്പോഴും ഞാൻ പറയാറുണ്ട്, അതൊന്ന് കയ്യിൽ വെച്ചോണം. അപ്പോൾ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. ജനസൈഡ് നമുക്കറിയാം നരഹത്യ അല്ലേ, മാസക്കർ, ഇറ്റ്സ് മസക്കർ. അടുത്തത് ഓഫ് ഗാർഡ്. ഓഫ് ഗാർഡ് മീൻസ് അൺപ്രിപ്പയർഡ് ഫോർ എ സർപ്രൈസ് അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി, ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തൊരവസ്ഥ. പിന്നെ അക്കൗണ്ട് ഫോർ സംതിങ് മീൻസ് ബി ദ കോസ് ഓഫ് സംതിങ്. കോൾ ഫോർ ഡിമാൻഡ് നെസസിറ്റേറ്റ്, മെറ്റ് ഔട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അഡ്മിനിസ്റ്റർ ചെയ്യുക, ഹാൻഡ് ഔട്ട് ചെയ്യുക, ഗിവ് ചെയ്യുക ഓർ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിച്ചോണം കേട്ടോ. ക്ലിയർ അല്ലേ? യാ, ഓൾ റൈറ്റ്. ഓക്കെ, ഈസ്റ്റർ അല്ലേ, ഈസ്റ്റർ വിഷു ഈ ഇപ്പോൾ എല്ലാം ഉണ്ടല്ലേ, നമുക്ക് ഈസ്റ്റർ വിഷു എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാത്തിൻ്റെ ആശംസകൾ കേട്ടോ. ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെ ഒക്കെ ആശംസകൾ ഞങ്ങൾ നേരുവാ മുൻകൂട്ടി തന്നെ എല്ലാവർക്കും. ഓക്കെ, യെസ് യെസ് യെസ്, എല്ലാവർക്കും. ഓക്കെ, ഉക്രൈനിയൻ പീപ്പിൾ വെർ ഓഫ് ഗാർഡഡ് വിത്ത് റഷ്യസ് അറ്റാക്ക്. ഓഫ് ഗാർഡഡ് വേണ്ട ശ്രീദേവി, അവിടെ ഓഫ് ഗാർഡ് മതി, മനസ്സിലായോ? ഇറ്റ്സ് ഉക്രൈനിയൻ പീപ്പിൾ വെർ ഓഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ മതി. അവർ ഓഫ് ഗാർഡ് ആയിരുന്നു. That's it. It's like a ഓഫ് ഗാർഡ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു അഡ്ജക്റ്റീവൽ എക്സ്പ്രഷൻ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ പറയാം, വിത്ത് റഷ്യാസ് അറ്റാക്ക്. ഓക്കെ, ഓൾ റൈറ്റ്. അയ്യോ, SIC UDC റിസൾട്ട് വന്നോ? ഷോ, ഞാൻ നോക്കിയില്ല. MTSന്റെ ഹോൾ ടിക്കറ്റ് ഔട്ടായി അല്ലേ? ഓക്കെ അഭിഷേക്, ശരി ശരി ശരി. എങ്ങനെയുണ്ട്, നോക്കിയായിരുന്നു റിസൾട്ട്? ആരെങ്കിലും റിസൾട്ട് നോക്കിയായിരുന്നു പിള്ളേരെ? It still caught me off guard when I saw my picture on an album. It still caught me off guard when I saw. Okay, all right, all right. I hope I didn't catch you off guard when I arrived without calling. Okay, all right. That's it. The government met out money to the victims of flood. Okay, great. Met out എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ കേട്ടോ പാർവതി, മനസ്സിലായില്ലേ? met out എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞ MET മീറ്റിന്റെ മെറ്റ് അല്ലെന്നാ പറഞ്ഞത്, METE മീറ്റ് അല്ലെ, സോറി METE മെറ്റ്, ഇറ്റ്സ് മെറ്റ് ഔട്ട്. ഓക്കെ, മെറ്റ് ഔട്ട് മീൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നമ്മൾ ഒരാൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല എന്തെങ്കിലും കാര്യം, നമ്മുടെ കയ്യിൽ ബുക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്ലോത്ത്സ്, എനിത്തിങ്, വാക്സിനേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സംതിങ്, വാക്സിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, സംതിങ് ലൈക്ക് ദാറ്റ്. എന്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, അത് നോക്കി കണ്ട ഒരു കാര്യം നടത്തിപ്പിന് നമ്മൾ മെറ്റ് ഔട്ട് എന്ന് പറയും. സോ ഇവിടെ കറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നുണ്ട്, ML ഉപയോഗിച്ചിട്ടുണ്ടോ? ദ ഗവൺമെന്റ് മെറ്റ് ഔട്ട്. പാസ്റ്റ് ടെൻസ് കൊടുക്കണേ, ഗവൺമെന്റ് കൊടുത്തു എന്നാണെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കണം, മെറ്റഡ് ഔട്ട് കൊടുക്കണം കേട്ടോ. അവിടെ V2 നോക്കണേ, ഇതിന്റെ V2 ഇതാണ്, മെറ്റഡ് ഔട്ട്. V2 V3 മെറ്റഡ് ആണ് കേട്ടോ, അത് ശ്രദ്ധിച്ചോളൂ. അല്ലെങ്കിൽ മെറ്റ്സ് ഔട്ട് കൊടുക്കണം, METES മെറ്റ്സ് കൊടുക്കണം, സിംഗുലർ ആണെങ്കിൽ കേട്ടോ. ML ശ്രദ്ധിക്കണേ. ഷി സെഡ് ഇറ്റ് വുഡന്റ് ബി അപ്രോപ്രിയേറ്റ് ടു മെറ്റ് ഔട്ട് എ ലോങ് കസ്റ്റോഡിയൽ സെന്റൻസ് ഈവൻ ഇഫ് ദ സസ്പെക്ട് ഇസ് കൺവിക്റ്റഡ്. ഓൾ റൈറ്റ്, ദാറ്റ്സ് റൈറ്റ്. Okay, Mariupol is accounted for genocide by Russia's attack. Okay, all right. Okay. അടുത്ത പള്ളി പോകണ്ടേന്നോ? പള്ളിയിൽ ഞാൻ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, പോകുന്നവർ പോകും. ഞാൻ കുറച്ച് റിലീജിയസ് അല്ലാത്ത ആളാണ്, അതുകൊണ്ടാണ് കേട്ടോ പാർവതി. ഐ എം നോട്ട് റിലീജിയസ്, അതുകൊണ്ട് പള്ളിയിൽ പോയില്ല. ഓക്കെ. When the Titanic hit the iceberg, the people in the ship called for help. Great. That's great. Company decided to hand out the arrears to the employers. Okay. Company decided to hand out. Great. The protesters handed out the notice. Great. Gave the notice. All right. Yes, this was my first exam and due to the lack of knowledge in current affairs, I couldn't clear. Okay. Current affairs ഇച്ചിരി പാടായിരുന്നു, ഞാൻ കേട്ടിരുന്നു. ഓക്കെ, അപ്പം റിസൾട്ട് വന്നു അഭിഷേക്. ഓക്കെ, ശരി. ഹീസ് അക്കൗണ്ട് സാരില്ല അഭിഷേക്, നമ്മൾ നോക്കണ്ടല്ലോ, നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട്, പേടിക്കണ്ട. ഓക്കെ, കറണ്ട് അഫയേഴ്സ് വേണം, ഇത് ഭയങ്കര ഇതാണ്. GA നല്ല സ്ട്രോങ് ആയിരിക്കണം, എല്ലാത്തിനും ഈക്വൽ ആയിട്ട് വരണം. അതാണ് ഈ പ്രശ്നം. നമ്മളൊരു എക്സാം എഴുതുമ്പോൾ, SSC എക്സാം എഴുതുമ്പോഴാണെങ്കിലും നമ്മൾ ഏതൊരു സ്റ്റേറ്റ് ലെവൽ എക്സാം എഴുതുമ്പോൾ 25 മാർക്കിൻ്റെ ഉണ്ടെങ്കിലേ 22 മാർക്കിന് ഇംഗ്ലീഷിന് കിട്ടി, മാത്സിന് 22 കിട്ടി, പക്ഷേ റീസണിങ്ങിന് എനിക്ക് 15 ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുത്തനെ നമ്മുടെ ഇത് പോകും, റാങ്ക് അങ്ങ് കുറയുവേ, മറ്റുള്ളവരുടെ വെച്ച് പോകുമ്പോൾ നമ്മുടെ ഇത് അങ്ങ് കുറയും, നമ്പർ കുറയും. അതാണ് ഈ പ്രശ്നം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഹീസ് അക്കൗണ്ടബിൾ ഫോർ ദ സക്സസ്ഫുൾ റണ്ണിങ് ഓഫ് ഹിസ് ന്യൂ ബിസിനസ് വെഞ്ചർ. ഗ്രേറ്റ്. യെസ്, അത് അക്കൗണ്ടബിൾ. യെസ്. ദ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി മെറ്റഡ് ഔട്ട് ഫുഡ്സ് ആൻഡ് ക്ലോത്ത്സ് ടു റെഫ്യൂജീസ്. ഓൾ റൈറ്റ്. ഡു യു ഗിവ് മീ ദ ഹാൻഡ് ഔട്ട്? ഡു യു ഗിവ് മീ, എനിക്ക് തന്നോ? ഡു യു ഗിവ് മീ? ഓക്കെ, all right. RBI mets out the
all the banks ഇല്ല ഗുരുദാസെ അതി അവിടെ എഴുതരുത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓളിന് മുൻപല്ല ഡിറ്റർമിനേഴ്സ്, ഓളിന് ശേഷമാണ് ഡിറ്റർമിനേഴ്സ്. നമ്മളത് പഠിച്ചതാ. RBI മെറ്റ്സ് ഔട്ട് ഓൾ ദി ബാങ്ക്. കേട്ടോ, മെറ്റ്സ് ഔട്ട് എന്ത് കൊടുത്തു എന്നും കൂടി പറയണമല്ലോ. എന്തോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ? RBI മെറ്റ്സ് ഔട്ട് സംതിങ് ടു ഓൾ ദ ബാങ്ക്സ്. കേട്ടിട്ടുണ്ടാവും അല്ലേ? മെറ്റ്സ് ഔട്ട് ഡാഷ് ടു ഓൾ ദ ബാങ്ക്സ് കൊടുക്കണം കേട്ടോ, അത് വേണം. ടീച്ചർ ഹാൻഡ് ഔട്ട് അല്ല, ടീച്ചർ ഹാൻഡഡ് ഔട്ട്. ഒന്നെങ്കിൽ നീതു ഹാൻഡ് ഔട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഹാൻഡ്സ് ഔട്ട് കൊടുക്കുക. ആൻസർ പേപ്പേഴ്സ് ടു സ്റ്റുഡൻസ് ആഫ്റ്റർ ഇവാലുവേറ്റിംഗ്. ഓക്കെ, ഐ വാസ് ടോട്ടലി ഓഫ് ഗാർഡ് ഓഫ് യുവർ വിസിറ്റ്. ഓൾ റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ് കേട്ടോ. ടീച്ചർ ഹാൻഡഡ് ഔട്ട് അല്ലെങ്കിൽ ഹാൻഡ്സ് ഔട്ട് കേട്ടോ. The Tata and Son call for a huge number of vacancy for their new project. Okay, all right, that's right. Okay. ഓ ക്വാണ്ടിന് ASIC ക്വാണ്ടിന് സമയം കിട്ടിയില്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പം നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോവാം. പിന്നെ ഒരു കാര്യം ഞാനിപ്പം നോക്കിയേ, വേക്കൻസിയുടെ സ്പെല്ലിംഗ് എന്താ അഭിഷേകേ? വേക്കൻസിയുടെ സ്പെല്ലിങ്ങിന് 2 C ഉണ്ടോ? ശ്രദ്ധിച്ചോണേ. വാക്സിനേഷന് 2 സ്പെല്ലിംഗ് ഉണ്ട്, വാക്സിന് 2 C ഉണ്ട്, വാക്സിനേഷന് 2 C ഉണ്ട്, വെക്കേഷനും വേക്കൻസിക്കും 1 C ഉള്ളൂ. വേക്കൻസി VACANCY മീൻ ഡബിൾ C ഇല്ലെന്നാണ് ഉദ്ദേശിച്ചത്. മറ്റേ CY വേക്കൻസിയുടെ C ഉണ്ട്. അതുപോലെ തന്നെ വെക്കേഷനും VACATION വെക്കേഷൻ. ഓർത്തോണേ, വളരെ ഇമ്പോർട്ടൻ്റാ. സ്പെൽ ചെക്കിൽ എപ്പോഴും വരുന്നതാണ്. അഭിഷേകെ ഒന്ന് തിരുത്തിക്കണം കേട്ടോ. സോ ലെറ്റ്സ് മൂവ് ടു ദി സിനോണിം. അപ്പോൾ നമ്മുടെ 17% ഡിസ്കൗണ്ട് നമ്മുടെ ഇപ്പോൾ കോഴ്സുകൾക്കുള്ള കാര്യം മറക്കണ്ട. കോഡും മറക്കണ്ട. എൻ്റെ Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഒരു എക്സാം പോയി എന്ന് വിചാരിച്ചിരിക്കുന്നത് അടുത്ത എക്സാം നോക്കുക. ESIC SSOയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് 18-ാം തീയതി കേട്ടോ. അതായത് വരുന്ന തിങ്കളാഴ്ച 11 മണി മുതൽ 12, ഓരോ മണിക്കൂറിന്റെ 3 മണി മുതൽ 4 മണി വരെ, 5:30 മുതൽ 6 വരെ, അങ്ങനെ ഓരോ മണിക്കൂറിന്റെ 3 സെഷൻസ് ആണ്. ഫസ്റ്റ് പേപ്പറാണ് പ്രിലിംസിന് നമുക്ക് ആകെപ്പാടെ ഇംഗ്ലീഷ് മാത്സ് ആൻഡ് ക്വാണ്ട് മാത്രമേ ഇംഗ്ലീഷ് ക്വാണ്ട് ആൻഡ് റീസണിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ വേഗം ജോയിൻ ചെയ്യുക കേട്ടോ, മറക്കണ്ട. കോഡ് മറക്കണ്ട. Y314 എന്ന കോഡ് ഉപയോഗിച്ച് 17% ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇംഗ്ലീഷ് പ്രോ കോഴ്സ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇംഗ്ലീഷിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു കോംപ്രിഹെൻസീവ് ബാച്ച്. ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് ബേസിക്സ് ടു അഡ്വാൻസ് ഡിസ്കസ് ചെയ്യുവാണ്. കേരള PSC എക്സാംസിനുള്ളവർക്കും UPSC ലെവൽ എക്സാംസിനും KS-ന്, ബാങ്കിങ്ങിന്, SSC എക്സാംസ്, ESIC എക്സാംസ്, ഏത് എക്സാമാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാത്തിനും വേണ്ടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചു വിടുവാണ് ബേസിക് ടു അഡ്വാൻസ് ലെവലിൽ. ഞാനും റീമ മിസ്സും ആയിരിക്കും. നെക്സ്റ്റ് ചൊവ്വാഴ്ച ട്യൂസ്ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 2-1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളാണ്. എല്ലാ ദിവസവും ഇല്ല, ഓൾട്ടർനേറ്റ് ഡേയ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് പോകാനുള്ള സമയം കിട്ടും. അതുപോലെ തന്നെ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാച്ച് കൂടെ YT ആയിട്ട് കമ്പൈൻ ചെയ്ത് പ്രാക്ടീസ് സെഷനായിട്ട് അങ്ങനെ പോകും. അപ്പോൾ വരിക ആൻഡ് ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു ഇൻ ദ ക്ലാസ്. ഓക്കെ, വരിക, കാണുക, പ്രാക്ടീസ് ചെയ്യാൻ, പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സിനോണിംസിലോട്ട് പോകാം. ഫസ്റ്റ് സിനോണിം ടൈം. ടൈം നമ്മൾ ഒരു തവണ ഡിസ്കസ് ചെയ്തിട്ടാണ്. ടൈം എന്ന് പറയുന്നത് നൗണുമാണ്, നൗണല്ല, അഡ്ജക്റ്റീവ് ആണ്, വേർബും ആണ്. അഡ്ജക്റ്റീവ് ആണ്, വേർബും ആണ്, മാറിപ്പോയേ. ഇറ്റ്സ് അഡ്ജക്റ്റീവ് ആസ് വെൽ ആസ് വേർബ്. അപ്പോൾ ടൈം ചെയ്യുക, ഒരാളെ നമ്മൾ ടൈം ചെയ്തെടുക്കുക എന്നൊക്കെ പറയില്ല. ഒരാളെ എന്നല്ല, നമ്മൾ ഇന്ന എന്താണ് പറഞ്ഞ വൈൽഡ് ആനിമൽസിനെയൊക്കെ നമ്മൾ എസ്പെഷ്യലി പറയുന്നുണ്ട്. വൈൽഡ് ആനിമൽസിനൊക്കെ ഒരാളെ ടൈം ചെയ്യാമെന്നും പറയൂ കേട്ടോ. കാരണം ചിലരൊക്കെ വളരെ മരുടെ സ്വഭാവമൊക്കെ ഉള്ളവരെ നമ്മൾ ടൈം ചെയ്തെടുക്കുക എന്ന് പറയില്ലേ. സോ ടൈം ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യുക, ട്രെയിൻ ചെയ്യുക. ഇന്ന് നിങ്ങൾ പഠിക്കും നമ്മൾ ഇൻഫ്ലേഷനെ ടൈം ചെയ്തെടുക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻഫ്ലേഷനെ പറ്റി പറഞ്ഞത്. ഇപ്പോൾ വില കയറ്റം അല്ലേ. ഇപ്പോൾ വില കയറ്റത്തിന് നമ്മൾ ടൈം ചെയ്തെടുക്കണം, ബ്രേക്ക് ചെയ്തെടുക്കണം, ട്രെയിൻ ചെയ്തെടുക്കണം, സബ്ഡ്യൂ ചെയ്യണം, കുറയ്ക്കണം, ഇല്ലേ പണി പാളും. അപ്പം ടൈം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുക എന്ന് പറയില്ലേ, അതാണ് അർത്ഥം, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുക. സോ ഡൊമസ്റ്റിക് അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ ഡൊമസ്റ്റിക്, ഡൊസൈൽ എന്നൊക്കെ പറയും. അതായത് കൺട്രോളിൽ കൊണ്ടുവരിക എന്നർത്ഥം. ഡൊസൈലൊക്കെ കൺട്രോൾഡ് ആക്കുക, ദാറ്റ്സ് ഇറ്റ്. ഡൊമസ്റ്റിക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക? അതും കൺട്രോൾ ആക്കുക എന്നല്ല അർത്ഥം, അത് തന്നെ. അപ്പോൾ കൺട്രോൾ ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മൾ ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ സബ്ഡ്യൂ ചെയ്യുക, കുറയ്ക്കുക, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് നിങ്ങൾ കാണും കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ഡാംപൻ. ഡാംപൻ എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ. ഈ എന്ന് നമ്മൾ ഇക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഡാംപൻ വരാറുണ്ട്. ഡാംപൻ മീൻസ് ലെസൺ, ഡിമിനിഷ്, അതാണ് മെയിൻ അർത്ഥം കേട്ടോ. അല്ലാതെ ഡാംപന് വേറെ അർത്ഥമുണ്ട്, മോയ്സ്റ്റൻ, വെറ്റ്, നനയ്ക്കുക എന്നുള്ള അർത്ഥം. സോ ലെസൺ, ഡിമിനിഷ് ആണ് കേട്ടോ. കുറയ്ക്കുക, അല്ലെ ഡിക്രീസ് ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക, അതാണ് നമ്മുടെ ഡാംപൻ എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. വളരെ കോമൺ ആയിട്ടുള്ള യൂസേജ് ആണ് ഇപ്പം നമുക്ക്, കാരണം റെഗുലറായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട്. അടുത്തത് ഡിസ്ക്വയറ്റിംഗ്ലി. ഡിസ്ക്വയറ്റിംഗ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. ഡിസ്ക്വയറ്റ് നിങ്ങൾക്കറിയാം, ക്വയറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്വയറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കാമാണ് അല്ലേ. ക്വയറ്റ് അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്നില്ലേ. ക്വയറ്റ് നൗൺ ആണ്, അഡ്ജക്റ്റീവ് ആണ്.
അതുപോലെ തന്നെ ക്വയറ്റ് ഒരു അഡ്വേർബുമാണ്. അപ്പോൾ ക്വയറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർബ് ആയതുകൊണ്ട് തന്നെ അതിന് ing കൊടുത്തിട്ടുണ്ടെങ്കിൽ ജെറൻഡ് ഫോർമുലേഷൻ വരും, പാർട്ടിസിപ്പിൾ ഫോർമുലേഷൻ വരും, അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ക്വയറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്വയറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറിയിങ്. ക്വയറ്റിംഗ് വളരെ കാമാണ്, പക്ഷേ ഡിസ്ക്വയറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വറിയിങ് ആയിട്ടുള്ള, ആൻഷ്യസ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥം. അപ്പോൾ ഡിസ്ക്വയറ്റിംഗ്ലി എന്ന് പറഞ്ഞാൽ ആൻഷ്യസ്ലി, ഡിസ്റ്റർബിംഗ്ലി, പെർട്ടർബിംഗ്ലി എന്നർത്ഥം കേട്ടോ. ഓർത്തോണെ, വളരെ ആൻഷ്യസ്ലി, വളരെ നമുക്ക് എന്താ പറയുക, ആകെ ടെൻഷൻ, വറിയിങ്ലി, നമ്മൾ ഭയങ്കര ടെൻഷൻ അടിപ്പിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് ഇതിൻ്റെ അർത്ഥം. വറിയിങ്ലി അല്ലെങ്കിൽ ആൻഷ്യസ്ലി എന്നൊക്കെ അർത്ഥം. ഓക്കെ, ഡിസ്ക്വയറ്റിംഗ്ലി എന്ന് പറയുന്ന അർത്ഥം. ഓർത്തോണെ, ഡിസ്ക്വയറ്റിംഗ് അഡ്ജക്റ്റീവ് ആണ്, പക്ഷേ LY വരുമ്പോൾ അത് അഡ്വേർബ് ആയിട്ട് മാറും. നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, അഡ്ജക്റ്റീവിനോട് LY ഇട്ട് കൊടുത്താലാണ് നമുക്ക് അഡ്വേർബ് കിട്ടുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അതൊരു സഫിക്സ് ആണ് കേട്ടോ, LY. ആൻഡ് അടുത്തത് അപ്സേർജ്. ഏതൊരു എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിൾ നമുക്ക് സർജ്, അപ്സേർജ് എപ്പോഴും കാണാം കേട്ടോ. സർജ് ചെയ്യുക മീൻസ് ഇൻക്രീസ് ചെയ്യുക, വേർബ് ആയിട്ട് വരും. അപ്സേർജ് നൗൺ കേട്ടോ, നൗൺ ആണേ. അപ്സേർജ് എന്ന് പറഞ്ഞാൽ നൗൺ മാത്രമാണ്, അത് വേർബായിട്ട് ഉപയോഗിക്കില്ല. അപ്സേർജ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് അല്ലേ, കയറ്റം അല്ലെ, വിലകയറ്റമൊക്കെ പറയില്ല, ഇൻക്രീസ് അല്ലേ, റാപ്പിഡ് ഇൻക്രീസ് എന്ന് പറയും. ബൂം അല്ലെങ്കിൽ റൈസ്, അതിനാണ് അപ്സേർജ് എന്ന് നമ്മൾ പറയാം. ഓർത്തോണം കേട്ടോ. അടുത്തത് ഈസ് പ്രൊട്രാക്റ്റഡ്. പ്രൊട്രാക്റ്റഡിനെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ പ്രൊട്രാക്റ്റഡ് ഉണ്ടല്ലേ. പ്രൊട്രാക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊട്രാക്ട് ചെയ്യുക മീൻസ് വേർബ് ഉണ്ട്. പ്രൊട്രാക്ട് എന്ന് പറഞ്ഞ വേർബ് ഉണ്ട്. ഓഫ് കോഴ്സ് പ്രൊട്രാക്ട് എന്ന് പറഞ്ഞ വേർബ് ഉണ്ട്. വേർബിന്റെ മീനിങ് ഇതാണ്, പ്രൊലോങ് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക എന്നർത്ഥം. അപ്പൊ പ്രൊട്രാക്റ്റഡ് എന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷനോ, പ്രൊട്രാക്റ്റഡ് ആക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ അർത്ഥം എന്താ? പ്രൊലോങ്ഡ് ആയിട്ട് നീട്ടി വെക്കുന്ന, എക്സ്റ്റെൻഡഡ്, ഓവർലോങ് ചെയ്യിപ്പിക്കുന്ന എന്നർത്ഥം. ഓർത്തോണേ, പ്രൊട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ പ്രൊലോങ്ഡ്, ഓക്കെ, എക്സ്റ്റെൻഡഡ്, ഓവർലോങ് എന്നർത്ഥം. പ്രൊലോങ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ എന്താണ് പ്രൊലോങ്ഡ് എന്ന് പറയുന്നത്? പ്രൊലോങ് ചെയ്യുക എന്ന് പറയുന്ന വേർബ് ഉണ്ട്. അപ്പോൾ പ്രൊട്രാക്ട് എന്ന വേർബ് ഉണ്ട്, അതുകൊണ്ടാണ് ED ഫോർമുലേഷൻ വരുന്നത്. എപ്പോഴും ശ്രദ്ധിച്ചോണം കേട്ടോ. ഈ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുമ്പോൾ എല്ലാവരും ഓർത്ത് വെച്ചോണം, ED ഫോർമുലേഷൻ അഡ്ജക്റ്റീവ് ആണെങ്കിൽ അത് നൗൺ ആയിട്ട് ഉപയോഗിക്കും. കാരണം V3 ആയിട്ട് ഉപയോഗിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിസിപ്പിൾ ഫോമിൽ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ ഉപയോഗിക്കും, മെയിൻ വേർബ് ആയിട്ട് ഉപയോഗിക്കും. അതിന്റെ യൂസേജ് നമ്മൾ പഠിച്ചിട്ടുള്ള, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഓർത്തോണത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെന്റൻസിലോട്ട് പോവാം. ഓൾ റൈറ്റ്. RBI Ram met out sweets to his friends on his birthday party. അത് കറക്റ്റ്, ഓൺ ഹിസ് ബർത്ത്ഡേ പാർട്ടി കറക്റ്റ് ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, റാം മെറ്റ് ഔട്ട് അല്ല, മെറ്റഡ് ഔട്ട് കേട്ടോ നീതു. മെറ്റഡ് ഔട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സാധനം ടീച്ചർ മെറ്റഡ് ഔട്ട് പറഞ്ഞില്ലേ, അല്ല ഹാൻഡഡ് ഔട്ട് പറഞ്ഞില്ല, അതുപോലെ മെറ്റഡ് ഔട്ട് പറയുക, അല്ലെങ്കിൽ മെറ്റ്സ് ഔട്ട് പറയുക. സിംഗുലർ എങ്കിൽ സബ്ജക്ട് സിംഗുലർ എങ്കിൽ വേർബ് സിംഗുലർ കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കുക. ഓക്കെ, RBI മെറ്റ്സ് ഔട്ട് അഡ്വൈസ് ടു ഓൾ ബാങ്ക്സ്. അഡ്വൈസ് തെറ്റി, അഡ്വൈസ് CE അഡ്വൈസ് ആണ് അല്ലേ ഗുരുദാസെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. SC ആണെങ്കിൽ വേർബ്, CE ആണെങ്കിൽ നൗൺ. അഡ്വൈസിന്റെ SC, പ്രാക്ടീസിന്റെ SC അല്ലേ? ഞാനിത് ഡിഫെൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ. SC വന്നാൽ അതെന്താണ്? ലൈസൻസ് ഒക്കെ പറയില്ലേ നമ്മൾ, വേർബ് ആണ്. CE വന്നാൽ നൗൺ ആണ്. നമുക്ക് ഇവിടെ നൗൺ ആണ് വേണ്ടത്, സോ CE വേണം കേട്ടോ. ഗവൺമെന്റ് വാസ് മെറ്റഡ് ഔട്ട് പെൻഷൻസ് ടു പെൻഷനേഴ്സ് ഓൺ ടൈം. ഗവൺമെന്റ് മെറ്റ് ഔട്ട് ചെയ്തു, അത് ആക്റ്റീവ് വോയിസ് ആണ്, പാസീവ് വോയിസ് അല്ല പാർവതി. അപ്പൊ വോസ് കട്ട് ചെയ്തേ. ഗവൺമെന്റ് മെറ്റഡ് ഔട്ട്, ഗവൺമെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പെൻഷൻസ് ടു പെൻഷനേഴ്സ് ഓൺ ടൈം. ഓക്കെ, our dog was really aggressive, so we called for a trainer to tamed it അല്ല, to tame it. കേട്ടോ പാർവതി, അല്ല രേവതി ഒന്ന് ശ്രദ്ധിക്കണേ. our dog was really aggressive ആയിരുന്നു, so we called for a trainer to tame it. ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയാം. ടു ടൈംഡ് വരില്ല, കാരണം 2 + V1 വരത്തുള്ളൂ. ഇൻഫിനിറ്റീവ്സ് എങ്ങനെയാണ്? ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇൻഫിനിറ്റീവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈസ് 2ന്റെ കൂടെ V1 വരത്തുള്ളൂ. അതിപ്പോ എന്തു ആയിക്കോട്ടെ, ദാറ്റ് ഇസ് ഇൻഫിനിറ്റീവ്. അല്ലാതെ 2 + V2 2 + V3 ഒന്നും വരത്തില്ല, ശ്രദ്ധിച്ചോളാം. ഓക്കെ, പോലീസ് ഡോഗ്സ് ആർ ടൈംഡ് വെരി വെൽ ബൈ ട്രെയിനേഴ്സ്. അത് കറക്റ്റ് ആണ്, പക്ഷെ ട്രെയിനേഴ്സിന് അപ്പസ്ട്രോഫി ഇല്ല നീതു. ട്രെയിനേഴ്സ് എന്ന് പറയുമ്പോൾ ട്രെയിനേഴ്സിന്റെ എന്നാണ്. ട്രെയിനേഴ്സ് പ്ലൂറൽ ആണെങ്കിൽ അപ്പസ്ട്രോഫി വേണ്ട. ഇത് വളരെ വലിയൊരു മിസ്റ്റേക്കാണ്. സ്പോട്ട് ദ ക്വസ്റ്റനിലൊക്കെ വരുന്ന കഴിഞ്ഞ തവണ 2021 എക്സാമിന് സ്പോട്ട് ദ ക്വസ്റ്റനിൽ SSCയിൽ ചോദിച്ചതാ ഈ ട്രെയിനേഴ്സ് മാത്രമല്ല എന്താണ് ടീച്ചേഴ്സ് എന്നൊരു ചോദ്യം വന്നത്. അപ്പൊ ടീച്ചേഴ്സ് എന്ന് ഉദ്ദേശിച്ച പ്ലൂറൽ ആണെങ്കിൽ അപ്പസ്ട്രോഫി വേണ്ട, ഇല്ലാതെ S കൊടുത്താൽ മതി. അപ്പസ്ട്രോഫി ഇട്ട് കൊടുക്കുന്ന ടീച്ചേഴ്സിന്റെ. പൊസസീവ് യൂസേജ് വരുമ്പോഴല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പസ്ട്രോഫി. നൗണിന് പൊസഷൻ കൊടുക്കുന്നത് എങ്ങനെയാ? അപ്പസ്ട്രോഫി ഇട്ട് കൊടുത്തുകൊണ്ടാണ്, ശ്രദ്ധിക്കാതെ. ഓക്കെ, ദിസ് ഹോഴ്സ് ഇസ് സോ ടൈം ദാറ്റ്
Anyone can write it. That's great. Great sentence. Governor has right. Governor NER alla to NOR ana gurudase. Governor has right to call for CM to attain explanation in subjective matters in his political mechanism. Great. Okay. Rising price of petrol has to be tamed. Yes, Emil. Great. Okay. It has to be. Yes. Mao syndrome is considered to be the most dampened place in the world. Yes, Mao syndrome is considered to be the most dampened place in the world. Yes, yes, yes. Upsurge in the autobus charges is applicable from May onwards. Okay, from May onwards. Great, great. Economic upsurge seen in tax collection. Upper prashnunda. അവിടുത്തെ ഓക്സിലറി വെർബ് എന്താണ്? ഇക്കണോമിക് അപ്സർജ് ഈസ് സീൻ ഇൻ ടാക്സ് കളക്ഷൻസ്. ഈസ് സീൻ കാണപ്പെടുന്നുണ്ട്. അത് പാസീവ് വോയിസ് ആണ് കേട്ടോ. അപ്പൊ എന്ത് കൊടുക്കണം ചിപ്പി? ഇക്കണോമിക് അപ്സർജ് കാണപ്പെടുന്നുണ്ട്. ഈസ് സീൻ ഇൻ ടാക്സ് കളക്ഷൻസ് കേട്ടോ. ഫിനാൻഷ്യൽ എമർജൻസി in Sri Lanka has dampened the economy of the country. Yes, great. Due to the protracted rain, the clothes are always dampened. Okay, that's fine. That's a great sentence. ആവേശത്തിലങ്ങ് കൈ നിന്ന് പോയില്ലേ? സാരില്ല. ഓക്കെ, പ്രോബ്ലം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ടൈം make sure note. Okay, all right. The 2007-9 economic crisis was deep and protracted enough to become known as the Great Recession. Yes. Okay. Nowadays, Abhishek, nowadays എന്താ nowadays എഴുതിയിട്ട് നിർത്തിയത്? എന്താ nowadays ബാക്കി? Nowadays, the value of Indian rupee adano dampened, rupees dampened a lot due to high inflation. Dampened varilla nowadays ee kaalakalavayitte, adayithu adinte artham endha? Adu adverb endinu vendulla adverb aanu, time in adverb. Nowadays ee edayayittu adinoda past tense varilla. Nowadays, value of Indian rupees dampen a lot due to high inflation kodukkanam keto. Dampened kodukilla, ee edayayittu dampen cheyidu ennu kodukilla, ee edayayittu dampen cheyidondirikkunnu. ഈയിടെയായിട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. സോ യു കെൻ സേ upsurge of fuel price affects the life of commons. All right, that's great. അടുത്തതിലോട്ട് പോട്ടെ. നെക്സ്റ്റ് ഫ്ലാഗ്. നിങ്ങൾക്കറിയാം, നമ്മൾ നാഷണൽ ഫ്ലാഗിനെ പറ്റി എല്ലാ ഫ്ലാഗും നമുക്കറിയാമല്ലോ അല്ലേ? ട്രൈക്കളർ ഫ്ലാഗ്, നമ്മുടെ ഫ്ലാഗ്സിനൊക്കെ നമുക്കറിയാം. സോ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാനർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ്. ഒരു ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഒരു ബാനർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്. ഓക്കെ, വേർബ് അപ്പോൾ ഫ്ലാഗ് ചെയ്യുക മീൻസ് എന്താണ്? ഫ്ലാഗ് ചെയ്യുക മീൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുക അല്ലേ? ഫ്ലാഗിങ് സംതിങ് അല്ലെ? ഫ്ലാഗ് എന്ന് പറയുമ്പോൾ ഓർക്കണം എന്താണ്? റൈസ് എ റെഡ് ഫ്ലാഗ് എന്നൊക്കെ പറഞ്ഞാൽ ഡേഞ്ചർ സൂചിപ്പിക്കുന്ന ഫ്ലാഗാണ്, ഇൻഡിക്കേറ്റ് ചെയ്യാണ്, അങ്ങനെ അർത്ഥം. സോ ഫ്ലാഗ് ചെയ്യുക മീൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാന്നാണ് ഫ്ലാഗ് എന്ന വേർബിന്റെ അർത്ഥം കേട്ടോ. അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. പ്രിക്കാരിറ്റി നൗൺ ആണ്. പ്രിക്കാരിറ്റി മീൻസ് അൺസർട്ടനിറ്റി, ഇൻസെക്യൂരിറ്റി, ഇൻസ്റ്റെബിലിറ്റി എന്നാണ് അർത്ഥം. പ്രിക്കാരിറ്റി. എനിക്കറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ പ്രിക്കാരിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും വാക്ക് പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളീ പ്രിക്കാരിറ്റി എന്ന നൗണിന് റിലേറ്റഡ് ആയിട്ട് ഏതോ ഒരു വാക്ക് കുറേ നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, കുറേ നാളായിട്ട് എഡിറ്റോറിയൽ സ്ഥിരം വരുന്ന ഒരു വാക്കാണ് ഈ പ്രിക്കാരിറ്റി റിലേറ്റഡ് ഒരു വാക്കുണ്ട്. സെയിം വാക്ക് തന്നെ പറയാം. ആ വാക്ക് ഏതാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അത് പറഞ്ഞിട്ട് നമുക്ക് പോകാം കേട്ടോ. എനിവേ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ അടുത്ത വേർഡ് പറയാം. ഡിസ്കൺസേർട്ടിംഗ്ലി. ഇപ്പൊ നമ്മൾ പറഞ്ഞേ ഡിസ്ക്വയറ്റിംഗ്ലി, അതേ മീനിങ് ആണ് ഡിസ്കൺസേർട്ടിംഗ്ലി. ഡിസ്കൺസേർട്ടിംഗ്ലി മീൻസ് അഡ്വേർബ് ആണ്, LY ഉണ്ടല്ലോ. അൺസെറ്റിലിംഗ്ലി, അൺനെർവിംഗ്ലി, അതായത് ഭയങ്കര ആകെപ്പാടെ ടെൻഷനാ, വളരെ ആൻഷ്യസ് ആയിട്ട് ഇരിക്കുകയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അൺസെറ്റിലിംഗ്ലി, അൺനെർവിംഗ്ലി എന്നൊക്കെ അർത്ഥം. അല്ലേ? അതായത് ഡിസ്കൺസേർട്ടിംഗ്ലി, അൺസെറ്റിലിംഗ്ലി, അതിന്റെ അർത്ഥം തന്നെ ഡിസ്റ്റർബിംഗ്ലി, വളരെ ഡിസ്റ്റർബിംഗ് ആണ്. ഡിസ്റ്റർബിംഗ്ലി, പെർട്ടർബിംഗ്ലി എന്നൊക്കെ അർത്ഥം. ഓക്കെ, അത് തന്നെയാണ് അർത്ഥം. ഓക്കെ, അടുത്ത് നോക്കിയേ. ഫ്രൈറ്റ് കേട്ട് പരിചയമുണ്ടോ? ഫ്രൈറ്റ് ഉണ്ട്, കേട്ട് പരിചയമുണ്ടായിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കും. ഫ്രൈറ്റ് മീൻസ് കാർഗോ, ലോഡ്, ഹോൾ, കാർഗോ, ലോഡ്, അതിനെയാണ് ഫ്രൈറ്റ് എന്ന് പറയാം. ഓക്കെ, ഫ്രൈറ്റ് ട്രാൻസ്പോർട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഫ്രൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർബും ഉണ്ട്. ഫ്രൈറ്റ് ചെയ്യുക മീൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുക, കൺവേ ചെയ്യുക, ക്യാരി ചെയ്യുക എന്നൊക്കെ അർത്ഥം. ഫ്രൈറ്റ് ചെയ്യുക, ക്യാരി ചെയ്യുക, കൺവേ ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ് ഫ്രൈറ്റിൻ്റെ അർത്ഥം. അടുത്തത് ഡിമോളിഷൻ. നമ്മൾ ഇന്നലെയും കൂടെ കഴിഞ്ഞ ദിവസം അല്ലെ, ഇന്നലെയും കൂടെയാണ് എനിക്ക് തോന്നുന്നത്, ഇന്നലെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഡിമോളിഷ് ചെയ്യുക എന്നുള്ളത് കേട്ടായിരുന്നു. ഡിമോളിഷ്. യെസ്,
Very good, Parvati. Great, great. Thank you so much. Sridevi, good, good. Demolitia, verb. Yes. Perilous, perilous ആണ് ഇതിന്റെ മീനിങ്. Precarious ഓർമ്മയുണ്ടോ? Precarious അവർ പറഞ്ഞു കേട്ടോ. Precarious. Demolitia means ഇതാദ്യം പറയാം. Precarious വരാം, അവിടേട്ട് വരാം. But demolition, noun, demolition, verb. അല്ലേ? Demolition, destroy ചെയ്യുക. അപ്പോൾ demolition means destruction, flattening, razing. നിലംപരിചാക്കുക, that is demolition. Demolition of buildings, demolition of property എന്നൊക്കെ നമ്മൾ പറയും. So, let's see. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫ്രൈറ്റ്, അത് ഫ്രൈറ്റ് അല്ല അല്ലെ? ആ ഫ്രൈറ്റ് ഡിഫറൻസ് ഉണ്ടല്ലേ? ഇത് ഫ്രൈറ്റ് ആണ്. ആ ഫ്രൈറ്റ് എന്താ? ആ ഫ്രൈറ്റിന്റെ അർത്ഥം എന്താ? വ്യത്യാസം പറഞ്ഞേ, ഡിഫറൻസ് ഉണ്ടല്ലോ. ഇനി പ്രിക്കാരിയസിനോട് മുമ്പ് ഇതൊന്ന് പറഞ്ഞേക്കാം. ഓക്കെ, എന്താ ആ ഫ്രൈറ്റിന്റെ അർത്ഥം എന്താ? FRIGHT ഫ്രൈറ്റ്, ഫിയർ, പേടി. കേട്ടോ, അത് മാറിപ്പോരുത് കേട്ടോ. ഈ ഫ്രൈറ്റ് മാറിപ്പോരുത്. ഫ്രൈറ്റ് കാർഗോ, ഫ്രൈറ്റ് ഫിയർ, അത് നൗണാ. ഓക്കെ, ഫിയർ എന്നർത്ഥം, പേടി. ഓക്കെ, ടെറർ അല്ലെ? പേടിക്ക് കുറച്ചുകൂടെ ഇത് കൂടെ ടെറർ, ഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ ടെറർ, ഫിയർ എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി പ്രിക്കാരിയസ് ഓർത്തോണം. പ്രിക്കാരിറ്റി പറയുമ്പോൾ ഓർത്തോണം, പ്രിക്കാരിയസ് ആണ് ഇതിന്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രിക്കാരിയസ് മീൻസ് ഡേഞ്ചറസ് കേട്ടോ, അഡ്ജക്റ്റീവ് ആണ്. ഡേഞ്ചറസ് ആണ്, പെരിലസ് ആണ് അല്ലെ? റിസ്കി ആണ്, സംഭവം റിസ്കിയാ, അതായത് അർത്ഥം മനസ്സിലായോ? പ്രിക്കാരിയസ് ആണെന്ന് പറഞ്ഞാൽ പെരിലസ് ആണ്, റിസ്കി ആണ്, ഡേഞ്ചറസ് ആണ് എന്നൊക്കെ അർത്ഥം. അപ്പോൾ പ്രിക്കാരിയസ് എന്ന് പറയുന്ന, പ്രിക്കാരിറ്റി എന്ന് പറയുമ്പോൾ അവസ്ഥ ഡേഞ്ചറിലാണ് അല്ലെ? പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ദാറ്റ് മീൻസ് യു ആർ ഇൻ പെറിൽ, അൺസർട്ടനിറ്റി, ഇൻസെക്യൂരിറ്റി, ഇൻസ്റ്റെബിലിറ്റി, റിസ്കിലാണ് കേട്ടോ. റിസ്കാ, സംഭവം റിസ്കാ. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? പ്രിക്കാരിറ്റി. അപ്പം ഞാൻ ഇത് പറഞ്ഞ എന്താ വെച്ചാൽ, നിങ്ങൾ എപ്പോഴും വേർഡ് പഠിക്കുമ്പോൾ അത് റിലേറ്റഡ് ആയ വാക്കുകൾ നമ്മുടെ മനസ്സിലോട്ട് വന്നാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പ്രിക്കാരിറ്റി കേട്ട് പരിചയമില്ല, പക്ഷെ പ്രിക്കാരിയസ് നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ്, റിസ്കി ആണ്, അപ്പോൾ ഹസഡസ് ആണ്. അപ്പം അതിൻ്റെ അർത്ഥം അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. ഹസഡ്, റിസ്ക് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി, അത് റിലേറ്റഡ് ആയ വാക്കുകളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ശ്രദ്ധിച്ചു വെച്ചോണം. അതുപോലെ തന്നെ കേട്ടോ ഈ പറയുന്ന വാക്കുകൾ. ഡിമോളിഷൻ, ഡിമോളിഷ്, ഡിമിനിഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഡിമിനിഷിൻ്റെ നൗണാണ് ഡിമിനിഷൻ, ഇന്നലെ പറഞ്ഞില്ലേ? അതുപോലെ അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ദാറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. വേർഡ്സ് പഠിക്കണമെങ്കിൽ റിലേറ്റ് ചെയ്ത് പഠിച്ചാലേ പറ്റത്തുള്ളൂ. ആൻഡ് യൂസ് ഇറ്റ് ഇൻ എ സെൻറ്റൻസസ്. ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന പോലെ സെൻറ്റൻസ് യൂസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് പഠിച്ചിരിക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഞാൻ നോക്കട്ടെ, അടുത്ത സെൻറ്റൻസിലോട്ട് പോട്ടെ നിങ്ങളുടെ. അപ്പോൾ ലൈവ് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട് പൊക്കോളൂ കേട്ടോ. ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട് പൊക്കോ, അത് മറക്കണ്ട. ഓക്കെ, വാല്യൂ ഓഫ് ഇന്ത്യൻ റുപ്പീസ് രാമ്പന്റ് പറഞ്ഞല്ലേ? ദ വേർഡ്സ് കണ്ടെയ്ൻഡ് എ ഡിസ്ക്വൈറ്റിംഗ് എക്കോ ഓഫ് ആൻസൈറ്റി. ഓൾ റൈറ്റ് ഇത് കൊള്ളാം. ഡിസ്ക്വൈറ്റിംഗ് ആൻഡ് എക്കോ. ഓക്കെ, ഫ്യൂസ് വയർ ടീംസ് ദാറ്റ് വിൽ preclude applicants from destruction. Okay, fuse wire teams controls. Okay, പക്ഷേ that will വരില്ല. fuse wire teams that will, അത് പറ്റില്ല. അവിടെ that അവിടെ യൂസ് ശരിയല്ല. fuse wire teams controls സംതിങ്, കൺട്രോൾസ് വോട്ട്, എന്തോർണം അവിടെ ഉണ്ട്, അതാണ് വേണ്ടത് കേട്ടോ. അതിന്റെ ഒബ്ജക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു ഒബ്ജക്റ്റ് വന്നിട്ട് അത് പോയാൽ കുഴപ്പമില്ല കേട്ടോ. ഗുരുദാസൻ ശ്രദ്ധിക്കണേ. ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ റഷ്യ ആൻഡ് ഉക്രൈൻ ഡിസ്ക്വൈറ്റൻലി അല്ല കേട്ടോ, disquietingly affected the world. Okay, my mobile validity expires by next week, so I protracted to continue the service. All right, great. Disquietingly, upsurge of temperature is adversely affecting the protracted existence of endangered species. കൊടുക്കണേ പാർവതി, ശ്രദ്ധിക്കണേ. Disquietingly, upsurge of temperature is adversely affects അല്ല, ഈസ് കഴിഞ്ഞിട്ട് affects. V5 വരുമോ? ബി ഫോർമുലേഷനോട് ഒരിക്കലും V5 വരില്ല. ബി ഫോർമുലേഷനോട് ഒരിക്കലും V1 വരില്ല. ഒന്നുകിൽ V3 പാസീവായിട്ട്, അല്ലെങ്കിൽ V4 ING ഫോം കണ്ടിന്യൂസ് ടെൻസിൽ. അപ്പൊ എന്ത് കൊടുക്കണം? is adversely affecting the protracted existence of endangered species. കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റോ. Flag hosting is done by PM on August 15 in Independence Day. Great. Okay. Pull down. Yes, demolish, pull down. അത് തന്നെ ഇവിടെ കേട്ടോ. The symbol of AK-47 is seen in the flag of Mozambique. Okay. All right. Yes.
അപ്പൊ അടുത്തലോട്ട് പോട്ടെ. ഡിമോളിഷ് കിട്ടിയല്ലോ, അടുത്തലോട്ട് പോവാം. അലജഡ്ലി. എന്താണ് അലജഡ്ലി എന്ന വാക്കിന്റെ അർത്ഥം? അലജിയ എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ അലജഡ്ലി എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നു എന്നർത്ഥം. അലജഡ്ലി. ഓക്കെ. അലജഡ്ലി മീൻസ് റിപ്പോർട്ടഡ്ലി, സപ്പോസിഡ്ലി, അപ്പാരന്റ്ലി, എന്താ പറയാ, പെർറ്റപ്പഡ്ലി. ഓക്കെ, ഓർത്തോളാം. അപ്പൊ സോറി, പെർറ്റപ്പഡ്ലി അല്ല, പ്രപ്പോസിഡ്ലി. യെസ്, അതാണ്. ഓക്കെ. അതുപോലെ തന്നെയാണ് അലിഗേഷൻ. അലജഡ്ലി അഡ്വേർബ് ആണെങ്കിൽ അലിഗേഷൻ, അലജിയ വേർബ്, അലിഗേഷൻ നൗൺ. ഓർത്തോണേ, അലിഗേഷൻ മീൻസ് ക്ലെയിം, അസേർഷൻ, ഡിക്ലറേഷൻ എന്നാണ് അലിഗേഷൻ എന്ന നൗണിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം. ഓക്കെ, റിലേറ്റഡ് വേർഡ്സ് ആണ്. ഒന്ന് അഡ്വേർബ്, ഒന്ന് നൗണ്. അലജിയ വേർബ്, അതറിയാം. ഓക്കെ. അടുത്തത് സീൽ. സീൽ എന്ന വാക്ക് എനിക്കറിയില്ല, നമ്മൾ കുറേ നാൾ മുമ്പ് ഒരു വാക്ക് പഠിച്ചിരുന്നു, കുറേ നാളായി, അപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സെലസ് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു. സെലസ് എന്ന് പറഞ്ഞാൽ വളരെ എനർജറ്റിക്, എന്തൂസിയാസ്റ്റിക് എന്നാണ് അർത്ഥം. അഡ്ജക്റ്റീവ് ആണ് സെലസ്. എന്തൂസിയാസ്റ്റിക്, പാഷനേറ്റ്, ഓക്കെ എന്നുള്ള അർത്ഥം. അപ്പൊ സീൽ എന്ന് പറഞ്ഞാൽ എന്തൂസിയാസം, എനർജി, പാഷൻ, ആർഡർ എന്നൊക്കെ അർത്ഥം. കേട്ടോ. അപ്പൊ സീൽ, എന്തൂസിയാസം, പാഷൻ, ആർഡർ എന്നൊക്കെയാണ് അർത്ഥം. സെലസ് എന്ന് പറഞ്ഞാൽ എന്തൂസിയാസ്റ്റിക്, എനർജറ്റിക്, പാഷനേറ്റ് എന്നൊക്കെയാണ് അർത്ഥം. അഡ്ജക്റ്റീവ്. ഓക്കെ, സീൽ ആൻഡ് സെലസ്. ഓക്കെ. അടുത്തത് മാർ. MAR, മാർ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മാർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഇമ്പയർ. ഇമ്പയർ അറിയാലോ. ഇമ്പയർ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. ഒരു സാധനത്തെ നമ്മൾ നശിപ്പിക്കുന്നതിനാണ് ഇമ്പയർ ചെയ്യാന്ന് പറയാം. സോ നശിപ്പിച്ചതിനെ നമ്മൾ നന്നാക്കി എടുക്കുന്നതിന് നിങ്ങൾക്ക് അറിയാലോ. ഇമ്പയറിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് അറിയാലോ, ആന്റണിം അറിയാലോ, റിപ്പയർ അറിയാലോ. ഇമ്പയറിന്റെ ഓപ്പോസിറ്റ് ആണ് റിപ്പയർ. ഓക്കെ, വളരെ വളരെ ബേസിക് ആയ ഒരു കാര്യമാണ്, പക്ഷെ എക്സാമിന് വന്നാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ആന്റണിമാണ്. അപ്പം മാറിയ മീൻസ് ഇമ്പയർ ചെയ്യുക, സ്പോയിൽ ചെയ്യുക, റൂയിൻ ചെയ്യുക, അപ്സെറ്റ് ചെയ്യുക, ഒരു കാര്യത്തിനെ നശിപ്പിക്കുക, അതിനാണ് മാറിയ മീൻസ്. അപ്പൊ മാറിന്റെ പാസ്റ്റൻസ് വരുമ്പോൾ ഓർത്തോണേ, മാറിന്റെ പാസ്റ്റൻസ് V2 MARRED കേട്ടോ. മാർഡ്, V2 V3. ഓക്കെ. അടുത്തത് ബോയ്ക്കോട്ട്. ബോയ്ക്കോട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾക്ക് സ്വദേശി മൂവ്മെന്റ് നമുക്കറിയാം. ബോയ്ക്കോട്ടിംഗ് ഓഫ് ഫോറിൻ ക്ലോത്ത്സ് ആൻഡ് ഗുഡ്സ്, അതിനെ ബോയ്ക്കോട്ട് അല്ലെ. ബോയ്ക്കോട്ട് ചെയ്യാൻ മീൻസ് നൗൺ ആയിട്ടും വേർബ് ആയിട്ടും പറയും. ബോയ്ക്കോട്ട് മീൻസ് ബാൻ, എംബാർഗോ എന്നൊക്കെ പറയും. ബാന്, ബാർ അല്ലെ, ഇല്ലായ്മ, വേണ്ട വെക്കല്, അവോയ്ഡ് ചെയ്യുക, ദാറ്റ്സ് ഓൾ തിങ്സ്. അപ്പോൾ ബോയ്ക്കോട്ട് ചെയ്യാൻ മീൻസ് അവോയ്ഡ് ചെയ്യുക, സ്പേൺ ചെയ്യുക, ഓർ വിഡ്രോ ചെയ്യുക. സ്പേൺ ചെയ്യാൻ നമുക്കൊരു വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുന്നതിനെ സ്പേൺ ചെയ്യാൻ മീൻസ് പറയും. അല്ലെങ്കിൽ ഒരു കാര്യം വിഡ്രോ ചെയ്യണം, വേണ്ട വെക്കാണ്, അതിന് നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യാൻ പറയും. അവോയ്ഡ് ചെയ്യുക ഒക്കെ അർത്ഥമാണ് കേട്ടോ, ഓർത്ത് വെച്ചോണം. സോ ബോയ്ക്കോട്ട് മീൻസ് ബാൻ, എംബാർഗോ, ബാർ എന്ന നൗണ്. വേർബ് ആകുമ്പോൾ സ്പേൺ, വിഡ്രോ എന്നൊക്കെ അർത്ഥം. ഓക്കെ, മറക്കണ്ട കേട്ടോ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വേർബ്സ്. ഓക്കെ, ഇതെല്ലാം റിലേറ്റ് ആണ്, പഠിച്ചോണം. മാർഡാണ് V2 എന്നുള്ളതൊക്കെ ഓർത്തോണം, കാരണം നിങ്ങൾ സെന്റൻസിലൊക്കെ ഉപയോഗിക്കും, നിങ്ങൾക്ക് അതിന്റെ ആവശ്യം വരും. ഓക്കെ, യാ, യെസ്, ഗ്രേറ്റ്, ഓൾ റൈറ്റ്. റൈറ്റ് ചാർജ്, ഗെറ്റ്, അബ്സേർഡ്, അബ്സേർജ്ഡ്. അബ്സേർജിന്റെ സ്പെല്ലിംഗ് നോക്കിയേ. നമ്മൾ അബ്സേർജിന്റെ സ്പെല്ലിംഗ് എന്താ പറഞ്ഞത്? അബ്സേർജ് SURG ആണ് അല്ലേ. അപ്പൊ ഒരു പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടിരിക്കാം, അബ്സേർജ് എന്ന് പറയുന്നത് നൗൺ ആയിട്ട് ഉപയോഗിക്കുള്ളൂ. അപ്പൊ എന്ത് കൊടുക്കണം എന്നറിയോ? എന്തായിരുന്നു പറഞ്ഞത്? ഫ്രൈറ്റ് ചാർജ് ഗെറ്റ്. ഗെറ്റ് അല്ല ചാർജ് അല്ലേ ഉള്ളൂ. ചാർജസ് ആണ് ഗെറ്റ് വരാം. വൈഷ്ണവി ശ്രദ്ധിക്കണേ. ഫ്രൈറ്റ് ചാർജ് ഗെറ്റ്സ്. അബ്സേർജ്ഡ് വരില്ല, സർജ്ഡ് കൊടുത്തോ. സർജ് വെർബാണേ, ശ്രദ്ധിക്കണേ, സർജ് വെർബ. ഓക്കെ, പക്ഷെ അബ്സേർജ് നൗൺ ആണ്. ആൻഡ് സ്പെല്ലിംഗ് കൂടെ ചെയ്യണം. SURG ആണ്. SURG ആണ്. SER അല്ല, SURG. ഇത് നൗണാണ് കേട്ടോ. അതിപ്പോഴും ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. വൈഷ്ണവി ശ്രദ്ധിക്കണേ. കറന്റ്ലി ഫ്രീറ്റ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ ഇസ് റോഡ് ഡോമിനേറ്റഡ്. All right, yes it is. The contemporary moment is characterized by precarity. All right. The demolition of World Trade Center is still remembered. Yes it is. She was so zealous about her profession. All right. Nowadays precarious have felted by PSC. ദീപക്കെ, precarious എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാ. പ്രിക്കാരിറ്റി, ആൻസൈറ്റി അല്ലേ, അൺസർട്ടനിറ്റി അല്ലേ. അപ്പൊ പ്രിക്കാരിറ്റി നൗണാ കൊടുക്കുന്നത്. ദീപക് ഉദ്ദേശിച്ചത് നൗണാണ്. അപ്പൊ എന്ത് കൊടുക്കണം? നൗഡേസ് പ്രിക്കാരിറ്റി ഹാവ് ഫെൽറ്റ് അല്ല, ഇസ് ഫെൽറ്റ് അല്ലെ. പ്രിക്കാരിറ്റി ഇസ് ഫെൽറ്റ്. ഹാവ് വേണ്ട, ആക്റ്റീവ് വോയിസ് അല്ല, പാസീവ് വോയിസിലല്ല കൊടുക്കുന്നത്. അപ്പൊ ഹാവ് ഫെൽറ്റ് വരില്ല. ഈസ് ഫെൽറ്റഡ് അല്ല, ഫെൽറ്റ്. ഫീലിന്റെ പാസ്റ്റൻസ് എന്താ? ഫീലിന്റെ പാസ്റ്റൻസ് ഫെൽറ്റ്.
ഓക്കെ, V2 V3 ഫെൽറ്റ് തന്നെയാണ് കേട്ടോ, ഓർത്തോടെ. ഫീല് ഫെൽറ്റഡ് അല്ല, വെറും ഫെൽറ്റ് മതി കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചോ, നവഡേസ് പ്രിക്കാരിറ്റി ഇസ് ഫെൽറ്റ് ബൈ PSC ആസ്പിരൻസ്. ആസ്പിറേറ്റേഴ്സ് അല്ല, ആസ്പിരൻസ് RANTS ആസ്പിരൻസ് കേട്ടോ. ദീപക് ശ്രദ്ധിക്കണേ. സക്സസ് ഇസ് മൂവിങ് ഡയർലി ഫ്രം ഫെയിലിയർ വിതൗട്ട് ലൂസിങ് ദ സീൽ. ഓക്കെ, സക്സസിന് 2 ടൈപ്പ് ആണെന്ന് തോന്നുന്നു കേട്ടോ, 2 C ആണേ, മറക്കണ്ട. മൂവിങ് ഡയർലി, ഓക്കെ, ഫ്രം a failure without losing the zeal. Okay, after the accident, a large scar marred his face. All right. Gandhiji and his followers boycotted foreign products as part of freedom struggle for Indian independence. Yes, great. അപ്പോൾ മറക്കണ്ട കേട്ടോ, ഇതെല്ലാം റിലേറ്റ് ചെയ്ത് പഠിച്ചോളൂ. അടുത്ത സെറ്റിലോട്ട് പോട്ടെ. അടുത്ത സെറ്റ് ഇസ് ലാസ്റ്റ് സെറ്റ് ആണ്. ഡെസിമിനേറ്റ് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. Dissemination is its noun. കേട്ടോ, ഓർത്തോണേ. Disseminate അല്ല, disseminate verb. Disseminate verb, dissemination noun. Okay, disseminate ചെയ്യാ verb ആണ് കേട്ടോ. സ്പ്രെഡ് ചെയ്യുക, സർക്കുലേറ്റ് ചെയ്യുക, ഡിസ്പേഴ്സ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതൊക്കെ അർത്ഥം. സോ ഡിസമിനേഷൻ മീൻസ് സ്പ്രെഡ്, സർക്കുലേഷൻ, ഡിസ്പേഴ്സൽ, ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയും ഡിസമിനേഷൻ. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. അടുത്തത് ഇസ് ടെനർ. TENOR. ടെനർ നിങ്ങൾക്കറിയാം, മ്യൂസിക് നോട്ട്സ് ടെനർ പഠിച്ചിട്ടുണ്ടാവും. ടെനർ, ടോണിനെ പറ്റി ടെനർ പറഞ്ഞിട്ടുണ്ട്, മ്യൂസിക് നോട്ട്സിലുണ്ട് ടെനർ. പക്ഷേ ടെനർ എന്ന് പറയുന്നതിൻ്റെ ലിറ്ററലി അർത്ഥം പറയുകയാണെങ്കിൽ ക്യാരക്ടർ, ടെൻഡൻസി, ട്രെൻഡ് എന്നൊക്കെ പറയാം. ഇന്ന് നിങ്ങളൊരു വാക്ക് ഇതിലല്ല, മറ്റേ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ കമ്മ്യൂണൽ ടെൻഷനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ആ ആർട്ടിക്കിൾ നിങ്ങൾ കാണും. ജനസൈഡൽ ടെനർ, ജനസൈഡൽ ടെൻഡൻസി, ജനസൈഡൽ ക്യാരക്ടർ. അതായത് നരഹത്യപരമായ ക്യാരക്ടർ, നരഹത്യപരമായ ഒരു ടെൻഡൻസി, ഒരു ട്രെൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും എന്ന് ഇവിടെ കാണാം. ഓക്കെ, ദാറ്റ്സ് സംതിങ് വെരി ബാഡ്, വളരെ ബാഡാണ്, അലാമിംഗ് ആണ്. അതിലാണ് പറഞ്ഞത് ജനസൈഡൽ ടെനർ. ഓക്കെ, അതിനാണ് ടെനർ, ക്യാരക്ടർ, ടെൻഡൻസി, ട്രെൻഡ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അടുത്തത് ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ് ആയി ഇരിക്കണം അല്ലേ, ഇറ്റ് മസ്റ്റ് ബി ഡിസ്ക്രീറ്റ്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനെ പറ്റി ഇപ്പോൾ മൂവീസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ, അല്ലെങ്കിൽ ഹൈസ്റ്റ് ഒക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടോ, ഹൈ സീരീസ് ഒക്കെ കാണില്ലേ നമ്മൾ, അല്ലേ, നമ്മുടെ മണി ഹൈസ്റ്റ് കണ്ണു കാണുമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഡിസ്ക്രീറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഡിസ്ക്രീറ്റ് ആയിരിക്കണം. ദ ഇൻവെസ്റ്റിഗേഷൻ മസ്റ്റ് ബി ഡിസ്ക്രീറ്റ് എന്ന് വെച്ചാൽ ദറ്റ് മസ്റ്റ് ബി കെയർഫുൾ, സർക്കംസ്പെക്ട്, ആരും അറിയാൻ പാടില്ല. ഇറ്റ് മസ്റ്റ് ബി കോഷ്യസ്, സർക്കംസ്പെക്ട്, വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് മസ്റ്റ് ബി ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നേക്കാം. ഡിസ്ക്രീറ്റ് അഡ്ജക്റ്റീവ് ആണ്. അടുത്തത് റിറ്റാലിയേഷൻ. റിറ്റാലിയേറ്റ് ഇസ് വേർബ് ആൻഡ് റിറ്റാലിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരുപാട് കാലമായി ദിവസേന ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ വാക്കുകൾ. റിറ്റാലിയേറ്റ് ചെയ്യുക ഇസ് വേർബ്, റിറ്റാലിയേറ്റ് ചെയ്യുക വേർബാണ്. അതിൻ്റെ നൗൺ ഫോർമുലേഷൻ ആണ് റിറ്റാലിയേഷൻ. റിറ്റാലിയേഷൻ മീൻസ് റിവെഞ്ച്, വെഞ്ചൻസ്, പക അല്ലെ, റിപ്രൈസൽ, തിരിച്ചു കൊടുക്കുമല്ലേ, നമ്മൾ ഒരു ഇതാണ് ഇത് ചെയ്യുന്നുണ്ട്. റിറ്റാലിയേറ്റ് മീൻസ് കൗണ്ടർ അറ്റാക്ക് ആണ് കേട്ടോ, കൗണ്ടർ അറ്റാക്ക് ചെയ്യും, തിരിച്ചു കൊടുക്കും, മറുപടി കൊടുക്കും എന്നൊക്കെ പറയില്ലേ. സോ അത് തന്നെയാണ് ഇപ്പം റിറ്റാലിയേഷൻ, റിവെഞ്ച്, തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറയില്ലേ, പക വീട്ടാനുള്ള അല്ലെ, വെൻഡറ്റ ഒക്കെ പറയില്ലേ, റിവെഞ്ച് വെൻഡറ്റ ഒക്കെ പറയല്ലേ. അതായത് ഒരു എന്താ പറയുക, പകയുടെ കൂടിയ ഇനമാണ് വെൻഡറ്റ എന്നൊക്കെ പറയുന്ന സാധനം. സോ ദാറ്റ്സ് ഇറ്റ്, റിറ്റാലിയേഷൻ, റിവെഞ്ച്, വെഞ്ചൻസ്. കാരണം ഒരു മൂവിയുണ്ട്, വി ഫോർ വെൻഡറ്റ എന്ന് പറഞ്ഞൊരു മൂവിയൊക്കെ ഉണ്ട്. ആൻഡ് റിപ്രൈസൽ എന്നൊക്കെ വാക്ക് ഓർത്ത് വെച്ചോളാം കേട്ടോ. ആൻഡ് അടുത്തത് ഒബ്സീൻ. ഒബ്സീൻ അഡ്ജക്റ്റീവ് ആണ്. ഒബ്സീൻ മീൻസ് ഇൻഡീസെന്റ്, പക്ഷെ കുറച്ചുകൂടെ എന്താ, സെക്ഷുവൽ ചൊവ്വയുള്ള എന്നൊരർത്ഥമുണ്ട് കേട്ടോ അതിന്. ഒബ്സീനിന് കുറച്ചുകൂടെ സലേഷ്യസ് എന്ന് നിങ്ങൾക്ക് സഗേഷ്യസ് ഓർത്തോണെ. സലേഷ്യസും സഗേഷ്യസും മാറിപ്പോരുത്. സഗേഷ്യസ് വിസ്ഡം ആണ് കേട്ടോ, സഗേഷ്യസ് എന്ന് പറഞ്ഞ വിസ്ഡം, സോറി വൈസ്. സഗേഷ്യസ് എന്ന് പറഞ്ഞ വിസ്ഡം അല്ല, സേജ് ആണ് വൈസ്, വിസ്ഡം. ഓക്കെ, സഗേഷ്യസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ നാളെ ഡിസ്കസ് ചെയ്ത സഗേഷ്യസ്. വൈസ് അഡ്ജക്റ്റീവ് ആണ്, വൈസ് എന്നാണ് അർത്ഥം. ഓക്കെ, സലേഷ്യസ് മീൻസ് സെക്ഷുവൽ കൊണോട്ടേഷൻ ഉള്ള കേട്ടോ, സെക്ഷുവൽ കൊണോട്ടേഷൻ ഉള്ള, ഇൻഡീസെന്റ് ആയിട്ടുള്ള, വളരെ സെക്ഷുവൽ കൊണോട്ടേഷൻ ഉള്ള, ഫിൽതി, നാസ്റ്റി, അങ്ങനെ പല പല വാക്കുകൾ ഇതിന് ഡിസ്ക്രൈബ് ചെയ്യണം ഒബ്സീൻ. കാരണം ഇന്നെന്താ വെച്ചാൽ വളരെ ഒബ്സീൻ കോമൻസ് പുറപ്പെടുവിച്ചു. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പ്രൊസഷനുള്ള പ്രൊട്ടസ്റ്റ് ചെയ്ത ആൾക്കാർ അവർ വളരെ ഒബ്സീൻ കോമൻസ് പുട്ട് ഫോർത്ത് ചെയ്തു റിഗാർഡിങ് റേപ്പ് ത്രെറ്റ് അവർ പുറത്തോട്ട് വിട്ടു. അതൊക്കെ വളരെ സെക്ഷൽ കൊണോട്ടേഷനോട്. റേപ്പ് ത്രെറ്റ് ഒരിക്കലും ഇറ്റ്സ് ക്രിമിനൽ ഒഫൻസ് ആണ് റേപ്പ് ത്രെറ്റ് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അത് പിടിച്ച് അകത്തിടണം, പക്ഷെ അകത്തിടൂല, കാരണം നിയമം പല വഴിക്കാണ്. എസ്പെഷ്യലി നോർത്തിലോട്ടൊക്കെ ചിന്തിക്കുമ്പോൾ നിയമത്തിനൊക്കെ പല വശങ്ങളാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അങ്ങനെ. അപ്പോൾ അത് വളരെ ഒരു സീരിയസ് ആയ ഒരു ഒഫൻസാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം അത് കഴിഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടോ. അപ്പം ഒബ്സീൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഓർത്ത് വെച്ചോണം, ഇൻഡീസെൻ്റ് ആയിട്ടുള്ള, വളരെ ഡീസൻസി ഇല്ലാത്ത,
ഓക്കെ, ഇൻഡീസെന്റ്, ഡീസെന്റ് അല്ലാത്ത, അതാണ് ഇൻഡീസെന്റ്. സലേഷ്യസ് മാറിപ്പോയത് സഗേഷ്യസും ആയിട്ട്. സലേഷ്യസ് മീൻസ് വളരെ നാസ്റ്റി ആയിട്ടുള്ള സെക്ഷൽ കൊണോട്ടേഷൻ ഒക്കെ ഉള്ള. ഫിൽതി ഡേർട്ടി പറയില്ല, ഡേർട്ടി അല്ലേ, നമ്മൾ പറയാം ഡേർട്ടി എന്നാണ് ഫിൽതിന്റെ അർത്ഥം, ഡേർട്ടി. ഇതൊക്കെ ഇതിന്റെ അർത്ഥമാണ്. ആൻഡ് അടുത്തത് ടാസിറ്റ് അറിയാലോ. ടാസിറ്റ് മീൻസ് അഡ്ജക്റ്റീവ് ആണ്. ഇംപ്ലിസിറ്റ്, ഈ ടാസിറ്റ് റിലേറ്റ് ചെയ്ത് നിങ്ങളൊരു വാക്ക് നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ടാസിറ്റേൺ, ഓർമ്മയുണ്ടോ ടാസിറ്റേൺ? വളരെ, അതും അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ തന്നെയാണ്. ഇതിന്റെ അതേ റിലേറ്റ്, ഇംപ്ലിസിറ്റ് ആണ്, പറയേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കറിയാം, പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഇസ് ടാസിറ്റ്, ദാറ്റ് മീൻസ് ഇംപ്ലിസിറ്റ് ആണ്, ഇംപ്ലൈഡ് ആണ്, അതിൽ തന്നെ ഉണ്ട്, പറയേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് ആണ്, ഇൻഫേർഡ് ആണ്. ദാറ്റ് ഇസ് വാട്ട് ടാസിറ്റ് മീൻസ്. അപ്പോൾ ടാസിറ്റേൺ മീൻസ് എന്താ? സൈലന്റ് ആണ്, സൈലന്റ് ആയ ഒരു ആള്. ടാസിറ്റേൺ, റിസർവ്ഡ് അർത്ഥം. ഓക്കെ, ടാസിറ്റേൺ മീൻസ് സൈലന്റ്, റിസർവ്ഡ്. അപ്പം ടാസിറ്റ് മീൻസ് ഇംപ്ലിസിറ്റ്, ഇംപ്ലൈഡ്, ഇംപ്ലിസിറ്റ്, അണ്ടർസ്റ്റുഡ്, ഇൻഫേർഡ് എന്നൊക്കെ അർത്ഥം. ഓക്കെ, പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, അതിനാണ് ടാസിറ്റ് എന്ന് പറയാം. അഡ്ജക്റ്റീവ് ആണ്, ഓർത്ത് വെച്ചോണേ. ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് ഒരുപാട് വാക്കുകൾ പഠിച്ചില്ലേ, റിലേറ്റ് ചെയ്ത വാക്കുകൾ പഠിച്ചോണം, ഓർത്ത് വെച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സെന്റൻസിലോട്ട് പോകാം. Okay, during Swadeshi movements, we boycotted the foreign clothes. Yes, we did. Alcohol addiction will mar his life. All right, yes. Okay, will spoil a life. Yes. A dissemination of coronavirus has dampened a lot. Has dampened a lot, ആണോ? നീതു അടി തരാനുള്ള സമയമായിരിക്കുന്നു. നേരിട്ടല്ലയത്തോണ്ടാണ് അടി, ഇല്ലെങ്കിൽ കിട്ടിയാൻ അടി അല്ലേ. നമ്മൾ നോക്കിയാൽ ഹാവോ ഹാസോ വന്നാൽ, അല്ലെ ഹാഡോ അല്ലെ, ഹാവ് ഹാസ് ഹാഡ് ഓക്സിലറി വേർബ് ആയിട്ട് വന്നാൽ വരുന്ന വേർബ്, മെയിൻ വേർബ് എപ്പോഴും എന്തായിരിക്കണം? ഞാൻ പറഞ്ഞു തരണോ? അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഓർത്ത് വെച്ചോളാം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അത് അറിയാം, അറിയില്ലെന്നല്ല, അറിയാം. ഹാവ് ഫാമിലി എന്തു ആയിക്കോട്ടെ, ഹാവ് ഹാസ് ഹാഡ് ഇവ ഓക്സിലറി വേർബ് ആയിട്ട് വരുവാണെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും V3 വരത്തുള്ളൂ. അതിൽ നിർബന്ധമുള്ള കാര്യമാണ് അല്ലേ. അത് ബേസിക്കാണ്, വളരെ ബേസിക് ആയ കാര്യമാണ്. ഹാവോ ഹാസോ ഹാഡോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന വേർബ്, ഓക്സിലറി വേർബ് ആയിട്ട് വന്ന് അതിൻ്റെ കൂടെ വരുന്ന മെയിൻ വേർബ് എപ്പോഴും തേർഡ് ഫോർമുലേഷൻ ആയിരിക്കണം, V3 ആയിരിക്കണം. അപ്പോൾ എന്ത് കൊടുക്കണം? ഹാസ് ഡാംപൻഡ് എ ലോട്ട് കൊടുക്കണ്ടേ? ശ്രദ്ധിച്ചോണേ. ഫ്യൂസ് വയർസ് tames and control sometimes. Okay. Fuse wire tames, control, sometimes protect appliances that will help us economical. Okay. All right. Yes. All right. Now Malayalam movies following a 10. Now Malayalam movies are following a 10. അത് വേണം കേട്ടോ. പാർവതി കൊടുത്തേ. Now Malayalam movies are following a 10. A trend അല്ലേ? ഫോളോയിങ് എ ട്രെൻഡ്. ആർ ഫോളോയിങ്, അവിടുത്തെ ആർ കൊടുക്കണം, ബി ഫോർമുലേഷൻ കൊടുക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് കണ്ടിന്യൂസ് ടെൻസ് വേണമെങ്കിൽ ബി ഫോർമുലേഷൻ ഈസോ ആറോ ആമോ എന്തെങ്കിലും കൊടുക്കണം. പക്ഷെ ഇവിടെ ഈസോ കൊടുക്കാൻ പറ്റില്ല, മൂവീസ് അല്ലേ, അപ്പൊ പ്ലൂറൽ അല്ലേ, അപ്പൊ ആർ ഫോളോയിങ് കേട്ടോ. ശ്രദ്ധിച്ചോളാം. ബോയ്ക്കോട്ട് ഓഫ് ചൈനീസ് ഐറ്റംസ് ഇൻ ഇന്ത്യ മൈറ്റ് മാർ ഇന്ത്യൻ എക്കോണമി ടു അല്ലെ. ബോയ്ക്കോട്ട് ബാൻ ചെയ്യുന്നു, ബാൻ ഓഫ് ബോയ്ക്കോട്ട് ഓഫ് ഇന്ത്യൻ ചൈനീസ് ഐറ്റംസ് ഇൻ ഇന്ത്യ മൈറ്റ് ബി മാർഡ് അല്ല, മൈറ്റ് മാർ കേട്ടോ, മൈറ്റ് മാർ. കാരണം അവിടെ മൈറ്റ് ബി മാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാസീവ് ഫോർമുലേഷൻ വരും കേട്ടോ ദീപക്. അവിടെ പാസീവ് വേണ്ട, നമുക്ക് ആക്റ്റീവ് വോയിസ് മതി. ബോയ്ക്കോട്ട് ഓഫ് അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ഇന്ത്യൻ പാസീവ് ആയിരുന്നെങ്കിൽ എങ്ങനെ വരുമെന്ന് പറയാം, അതൊരു പറഞ്ഞുതരാം. പാസീവ് അല്ലാതെ ആക്റ്റീവ് ആണെങ്കിൽ ഇങ്ങനെയാണ്, ബോയ്ക്കോട്ട് ഓഫ് ചൈനീസ് ഐറ്റംസ് ഇൻ ഇന്ത്യ മൈറ്റ് മാർ ഇന്ത്യൻ എക്കോണമി ടു, അങ്ങനെ കൊടുക്കാം. ഇല്ലെങ്കിൽ പാസീവ് ആണ് ഇങ്ങനെ കൊടുത്തത്, ഇന്ത്യൻ എക്കോണമി മൈറ്റ് ബി മാർഡ് ബൈ ദ ബോയ്ക്കോട്ട് ഓഫ് ചൈനീസ് ഐറ്റംസ് ഇൻ ഇന്ത്യ കേട്ടോ. ഇന്ത്യൻ എക്കോണമി മൈറ്റ് ബി മാർഡ് ബൈ ദ ബോയ്ക്കോട്ട് ഓഫ് ചൈനീസ് ഐറ്റംസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞേനെ. ആക്റ്റീവ് പാസീവ് ആയിരുന്നെങ്കിൽ. ഇത് ആക്റ്റീവ് ആണ്, അപ്പോൾ മനസ്സിലായില്ലേ. PSC decided to boycott the eligibility for the post of police of those candidates who breached traffic rules. Yes, ഇന്നലെ അത് പറഞ്ഞത് അല്ലേ, ഹരി ഇന്നലെ പറഞ്ഞു. ഹരി എവിടെ പോയോ ഇന്ന്? ഹരിനെ കാണുന്നില്ലല്ലോ. അപ്പോൾ അത് തന്നെ PSC അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യെസ്, we should be discreet while repairing on electrical. Why repairing on വേണ്ട, why repairing electrical. അവിടെ ഓൺ വേണ്ട, റിപ്പയർ എന്ന വേർബ് ട്രാൻസിറ്റീവ്, അതിനുശേഷം ഒബ്ജക്റ്റ് ഇട്ടു, ഓണം കട്ട് ചെയ്തോളൂ കേട്ടോ. We should be discreet while repairing electric cables മതി കേട്ടോ. The dissemination of coronavirus killed many. Yes, great. Spread of coronavirus. Yes, he's the one who disseminated the news. All right, that's great, Jipin. Great. POCSO act enacted for those who act obscene. Those who act obscene പറയില്ല, അഡ്ജക്റ്റീവ് അല്ലേ, ആക്ട് ഒബ്സീൻ അല്ല. Those who were obscene എന്ന് കൊടുക്കാം. Those who were obscene, ആക്ട് വേണ്ട.
ആക്ട് വേർബാ, വേർബിന്റെ കൂടെ അഡ്ജക്റ്റീവേ വരത്തുള്ളൂ. അപ്പോൾ ഒബ്സീൻലി കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ ഒബ്സീൻലി എന്ന അഡ്വേർബ് കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കുക those who were obscene, those who are obscene എന്നാലും കൊടുക്കുക are or were obscene to girls below 18 years. Okay, his tenor is very attractive, his character is very attractive. Great. എനിക്ക് ശരിക്കും പാസീവ് ആക്റ്റീവ് അറിയില്ല മിസ്സേ, ഇംഗ്ലീഷ് പ്രോ പഠിക്കണം. പഠിക്കാം ശരിയാക്കി തരാം. പാസീവ് ആക്റ്റീവ് ഞാൻ പറഞ്ഞുതരാം, ഇത് പേടിക്കണം. അതുകൊണ്ടാണ് മാറി പോകുന്നത്, സെന്റൻസ് സ്ട്രക്ചർ മാറി പോകുന്നത്. കുഴപ്പമില്ല, ബേസിക്സ് ഇല്ലാത്തതുകൊണ്ടാണ്. ഡോൺ വറി, നമുക്ക് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഓക്കെ, ഗവൺമെന്റ് ഷുഡ് ടാസിറ്റ്. ടാസിറ്റ് അഡ്ജക്റ്റീവാ, ഗവൺമെന്റ് ഷുഡ് ടാസിറ്റ് വരില്ല ഗുരുദാസേ. ഗവൺമെന്റ് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഇത് പറ്റില്ല. ഗവൺമെന്റ് ഷുഡ് മേക്ക് ദ പോളിസി മേക്കർ അണ്ടർസ്റ്റാൻഡ്, മേക്ക് ദ പോളിസി മേക്കർ അണ്ടർസ്റ്റാൻഡ് മൾട്ടി പർപ്പസ് പ്രോജക്ട്സ്. ഗവൺമെന്റ് ഷുഡ് അണ്ടർസ്റ്റാൻഡ്, അപ്പോൾ അണ്ടർസ്റ്റാൻഡ് തന്നെ കൊടുക്കണം. ഇവിടെ ടാസിറ്റ് അഡ്ജക്റ്റീവ് ആണ്, ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ഇവിടെ കൊടുക്കുക. ഷുഡ് കഴിഞ്ഞിട്ട് V1 വേണ്ടേ കൊടുക്കാൻ, അല്ലെ ഒരു ദിവസേ. മോഡൽ ഓക്സിലറി വേർബിന് ശേഷം എപ്പോഴും V1 വേണം. വേർബ് എന്തേ, മെയിൻ വേർബ് എവിടെ? ഓക്കെ, അതാണ്. The beat of the drums and the sweet tenor voice of the guitar could be heard from outside the theatre. Great, that's great. The public dissemination of COVID-19 data on clinical outcomes is now established practice in many health systems. Great, right, all right. അപ്പോൾ സെറ്റ് അല്ലേ? സോറി, ഇവിടെ ഞാൻ ഏതിലോ കയറി ക്ലിക്ക് ചെയ്തു, സോറി. ഓക്കെ, അപ്പോൾ സെറ്റ് ആണല്ലോ. നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാലോ. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒരു തംസ് ഇട്ടേ ആൻഡ് ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. നമ്മുടെ ലൈവിലുള്ളവരെല്ലാവരും ലൈക്ക് ഇടാൻ മറക്കണ്ട. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പോകാം നമ്മുടെ ആർട്ടിക്കിളിലോട്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ബാങ്കിങ് കോഴ്സിൻ്റെ കാര്യം മറന്നിട്ടില്ലല്ലോ. യജ്ഞ ബാച്ച് നമ്മുടെ ബാങ്കിങ് ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ചാണ്. സ്റ്റാർട്ട് ചെയ്യുവാണ് വരുന്ന 26 തീയതി, ഏപ്രിൽ 26 തീയതി. അപ്പോൾ 3 ക്ലാസ്സുകൾ, 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളായിരിക്കും. 11, 5 and 7:30 3 ക്ലാസ്സുകളായിരിക്കും. ബാങ്കിങ് ഫൗണ്ടേഷൻ, മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഇതാണ് റീസണിങ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക. ബാങ്കിങ് ആസ്പിറൻസ് മറക്കണ്ട, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ബേസിക്സ് തീർത്ത് പോവാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിൻ്റെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ പയ്യെ അവസാന നിമിഷത്തേക്ക് പ്രിപ്പയർ ചെയ്യുന്ന കഴിഞ്ഞ തവണത്തെ പോലെ നമ്മുടെ കാര്യം മാറും. എക്സാംസ് പാറ്റേൺ ഇസ് ചേഞ്ചിങ്, എക്സാംസ് ആർ ചേഞ്ചിങ്. അപ്പോൾ PSCയുടെ ലെവലിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം. വളരെ പുതിയ രീതിയിൽ മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത് പഠിച്ചു പോകണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നല്ല ഡീറ്റെയിൽ ആയ സിലബസ് ആണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് പ്രിപ്പറേഷൻ ബാച്ച് ആണ്. 27 തീയതി സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, സൺഡേസിലെ ക്ലാസ് ഇല്ല. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. വേഗം ജോയിൻ ചെയ്തോളൂ. Y314 എന്ന കോഡ് ഉപയോഗിക്കാം, Y314 എന്ന കോഡ് ഉപയോഗിക്കാം. 15% ഡിസ്കൗണ്ടോടുകൂടി. ഓക്കെ, അപ്പം നമ്മുടെ കോഴ്സ് നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാം. ഇന്നത്തെ ആർട്ടിക്കിൾ ടൈറ്റിൽ ഇതാണ്, അലാം ബെൽസ്. അലാം ബെൽസ് ആണേ, മണി അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഈസ് അലാം ബെല്ലാണ്. നമ്മൾ ആൻസൈറ്റി ആണ്, പേടിപ്പിക്കുന്ന ബെല്ലാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു വാർണിംഗ് ആണ്. അലാം മീൻസ് വാർണിംഗ്. അലാം മീൻസ് വാർണിംഗ് അല്ല, വാർണിംഗ് ബെൽസ്. ഇന്നാള് വാർണിംഗ് ബെൽസ് എന്നായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ കൊടുത്തേക്കുന്നത് മാറ്റി പിടിച്ചു, അലാം ബെൽസ് കൊടുത്തു. സോ ലെറ്റ് സി. ഇതേ ടൈറ്റിൽ കൊടുത്തായിരുന്നു, വാർണിംഗ് ബെൽസ് ഉണ്ടായിരുന്നു, അത് സാധനം ഇന്ന് മാറ്റി അലാം ബെൽസ് ആക്കിയിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാട്ടോ. സം ഓഫ് യുവർ പ്ലേലിസ്റ്റ് ഫോർ മീ ടുഡേ ഐ കംപ്ലീറ്റ് റിസർവ് ഫോർ ഇംഗ്ലീഷ്. ഓക്കെ, പ്ലേലിസ്റ്റ് ഞാൻ ഇംഗ്ലീഷ് ഹൈക്കോർട്ട് ടെസ്റ്റ് ഇംഗ്ലീഷ് ഏതെടുത്തു. ഇംഗ്ലീഷിൻ്റെ യൂട്യൂബ് ക്ലാസ്സുകൾ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അഭിഷേകിനോട് ഞാൻ പറയുകയാണ്, അഭിഷേകിന് ഇംഗ്ലീഷ് ഐ സജസ്റ്റ് കേട്ടോ, എൻ്റെ സജഷൻ മാത്രമാണ്. ഇംഗ്ലീഷ് പ്രോ കോഴ്സ് എടുത്താൽ വളരെ നല്ലതായിരിക്കും. ബേസിക്സ് പഠിച്ചു പോകാം അഭിഷേക്. ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാൻ എക്സാമിന് നമുക്ക് മാർക്ക് കിട്ടില്ല. ബേസിക്സ് ഇല്ലെങ്കിൽ മൊത്തം പോകും. കാരണം സെൻട്രൽ എക്സാംസിനൊക്കെ നല്ല ആവശ്യമുണ്ട് ബേസിക്സ്. അപ്പോൾ വരിക, ഇംഗ്ലീഷ് പ്രോ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ള നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട്, യൂട്യൂബ് ക്ലാസ് കാണാം, കുഴപ്പമില്ല, കണ്ടോളൂ. പക്ഷേ ബേസിക്സ് വേണം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റിറ്റാലിയേഷൻ among goons in the city creates headache to the police. യെസ് സൗമ്യ, ഹെഡേക്ക് ഒറ്റ വാക്കാണ്, ഹെഡ് ഏക്ക് അല്ല, ഹെഡേക്ക് ഒറ്റ വാക്ക്. ഒന്ന് മാറ്റി എഴുതണേ. ഫിലിം ഇൻഡസ്ട്രീസ് ടെനർ വെരി മച്ച് ഓൺ മാർക്കറ്റ്. ടെനർ ഈസ് വെരി മച്ച് ഓൺ മാർക്കറ്റ് കൊടുക്കണം. അവിടെ വേർബില്ല, വേർബ് ഹാർട്ടില്ല ഗുരുദാസെ, ഹാർട്ടില്ല. ഫിലിം ഇൻഡസ്ട്രിയുടെ ടെനർ ഓക്കെ ഈസ് വെരി മച്ച് ഓൺ മാർക്കറ്റ് എന്ന് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ആർട്ടിക്കിളോട്ട് പോവാം. ഇൻഫ്ലേഷൻ മസ്റ്റ് ബി ടേംഡ് ബിഫോർ ഇറ്റ് ഡാമ്പൻസ് കൺസംഷൻ ആൻഡ് ഗ്രോത്ത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻഫ്ലേഷൻ ഇങ്ങനെ അല്ലേ, വില കയറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം? അത് നമ്മുടെ സാധാരണക്കാരെ ഒരുപാട് ബാധിക്കും. അത് നമ്മുടെ കൺസംഷനെ ബാധിക്കും, ഗ്രോത്തിനെ ബാധിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഡിമാൻഡ് കൂടിയാലേ കൺസംഷൻ കൂടുള്ളൂ, അതുപോലെ അനുസരിച്ച് നമ്മുടെ എക്കണോമി ഗ്രോ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇൻഫ്ലേഷൻ കൂടി എന്ത് പറ്റും? ഡിമാൻഡ് കുറയും, അപ്പൊ കൺസംഷൻ കുറയും, സംഭവം മൊത്തത്തിൽ ആകെപ്പാടെ ഡള്ളാവും. അതാണ് അർത്ഥം. സോ ഇൻഫ്ലേഷൻ മസ്റ്റ് ബി ടേംഡ്, മസ്റ്റ് ബി കൺട്രോൾഡ് ബിഫോർ ഇറ്റ് ഡാമ്പൻസ്, ബിഫോർ ഇറ്റ് ഡിമിനിഷസ്, ബിഫോർ ഇറ്റ് ഡിക്രീസസ് കൺസംഷൻ ആൻഡ് ഗ്രോത്ത്. അപ്പോൾ സമയമായി മക്കളെ, സമയമായി. അല്ലെ, പോളിസി മേക്കേഴ്സിനോട് പറയാണ്,
to our policy makers. സമയമായി ഗ്രോത്തും കൺസംഷനും ഇനി കൂട്ടണം, ഡാമൻ ചെയ്ത് കളയരുത്, കളഞ്ഞാൽ നമ്മുടെ പിടിവള്ളിയാണ് കയ്യിൽ നിന്ന് പോകും. Okay, just 4 days after RBI announced that it would be prioritizing inflation over growth, official data show retail inflation disquietingly accelerated to a 17-month high of 6.95 in March. The pace of acceleration in price gains appears to have caught most economists too off guard. The RBI's latest survey of professional forecasters released last week shows the median Q4 inflation expectation of the 33 panelists polled made an assumption of March CPI. പറഞ്ഞു വരുന്നതാണ്, കഴിഞ്ഞ ജസ്റ്റ് 4 ദിവസം ആയിട്ടുള്ളൂ RBI അനൗൺസ് ചെയ്തു നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഇൻഫ്ലേഷനാണ് പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത്. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പോകുന്നത്, മുൻഗണന കൊടുക്കാൻ പോകുന്നത് ഇൻഫ്ലേഷനാണ്. 1ാം സ്ഥാനം ഇൻഫ്ലേഷന് ദാൻ ഗ്രോത്ത്. ഗ്രോത്തിനേക്കാളും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്, പ്രയോറിറ്റൈസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഗ്രോത്തിനായിരിക്കും കേട്ടോ. പ്രയോറിറ്റൈസ് ചെയ്യാൻ പോകുന്നത് ഗ്രോത്തിനായിരിക്കും റാദർ ദാൻ, ഗ്രോത്തിനല്ല ഇൻഫ്ലേഷൻ ആയിരിക്കും റാദർ ദാൻ ഗ്രോത്ത് ആണ് കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോഴേക്കും ഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടുണ്ട്. റീറ്റെയിലിന് ഷോ ചെയ്തേക്കുന്ന ഇൻഫ്ലേഷൻ കാണിച്ചിട്ടുണ്ട്. ഡിസ്ക്വൈറ്റിംഗ് വളരെ ഡിസ്റ്റർബിംഗ്ലി ആയിട്ടുള്ള വളരെ ഡിസ്റ്റർബിംഗ്ലി ആയിട്ട് കൂടിയിട്ടുണ്ട്. ഡിസ്റ്റർബിംഗ്ലി കൂടിയിട്ടുണ്ട് ടു 17-month ഹൈ. 17 മാസത്തിന്റെ ഹൈ കൊടുത്തേക്ക് 6.9 ഇൻ മാർച്ച്. 9.5 അല്ല 9.5 ഇൻ മാർച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പേസ്, ഈ ഒരു സ്പീഡ് ഓഫ് ആക്സിലേഷന്റെ സ്പീഡ് കൂടി വരുവാണ്, അതിന്റെ പേസ് കൂടുവാണ്. ആ പേസ് സ്പീഡ് കൂടുമ്പോൾ, പേസ് മീൻസ് സ്പീഡ് അറിയാലോ, സ്പീഡ് ഓഫ് ആക്സിലറേഷൻ ഇൻ പ്രൈസ് ഗെയിൻസ് അപ്പിയേഴ്സ് ടു ഹാവ് കോട്ട് മോസ്റ്റ് എക്കണോമിക്സ്. അപ്പോൾ ഒരുപാട് എക്കണോമിസ്റ്റുകളും പറഞ്ഞു ഇത് വളരെ അൺപ്രിപ്പയർഡ് ആയിപ്പോയി, നമുക്കൊട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, ഇതൊരു വളരെ ഒരു സർപ്രൈസിങ് ആയിപ്പോയി, നമുക്കൊട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് വാസ് വി വർ അൺപ്രിപ്പയർഡ്. അത് വളരെ അൺപ്രിപ്പയർഡ് ആയിപ്പോയി. ഈ ഒരു കാര്യം വന്നപ്പോൾ, പെട്ടെന്നൊരു പ്രൈസ് ഹൈക്ക് വന്നപ്പോൾ എക്കണോമിസ്റ്റുകളും പറഞ്ഞു വി വർ റിയലി അൺപ്രിപ്പയർഡ് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ RBIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സർവേയിൽ പറയുന്നുണ്ട്, പ്രൊഫഷണൽ ഫോർകാസ്റ്റേഴ്സിന്റെ സർവേയിൽ പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ചയാണ് അത് റിലീസ് ചെയ്ത്. അതിൽ പറയുന്നുണ്ട് മീഡിയൻ Q4 ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ വരുന്നുണ്ട്, കൂടിയ തരം എക്സ്പെക്ടേഷൻ വരുന്നുണ്ട്. 33 പാനലിസ്റ്റുകൾ അതിന് പോൾ ചെയ്തു. ആൻഡ് അവർ അസംപ്ഷൻ ചെയ്തത് മാർച്ചിലെ CPI ഇൻഫ്ലേഷൻ ദാറ്റ് വാസ് 73 ബേസിക് പോയിന്റ്സ് ആയിരുന്നു, ലോവർ ദാൻ 6.22 ആയിരുന്നു. ഇപ്പോൾ കൊടുത്തേക്കുന്നുണ്ടോ 6.95 ഇൻഫ്ലേഷൻ. വ്യത്യാസം മനസ്സിലായി കാണുമായിരിക്കും. സോ ഡേറ്റ മനസ്സിലായി കാണുമായിരിക്കും അത്യാവശ്യം. അതാണ് ഈ പ്രോബ്ലം പറയുന്നത് കേട്ടോ. ദ അപ്സർജ്, ഈ ഹൈക്ക് വാസ് ലാർജ്ലി ഡ്രിവൺ ബൈ ഫുഡ് പ്രൈസസ് വിച്ച് at the food and beverages group level accounts for 46% of the weight of the consumer price index, while inflation in food and beverages accelerated by 154 basic points from the previous month's pace to an annualized rate of 7.47%. The month-on-month inflation too was a significant 1.3%. Prices of oils and fats rose 18.8 year-on-year and by as much as 5.3 sequentially. Even granting that the war in Ukraine has severely disrupted the import of sunflower oil and അപ്പോൾ പറയുമ്പോഴേ നിങ്ങൾക്കറിയാം, വില കയറ്റം വരുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന സാധാരണക്കാരെ. കാരണം നമുക്ക് ഫുഡ് പ്രൈസ് ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലേ, ഫുഡിൻ്റെയും ബെവറേജസിൻ്റെയും ഇതിലോട്ട് എടുത്തു. അതാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് കോസ്റ്റ് ഫോർ 46%. ഓർത്ത് നോക്കണം, 46% കൊടുത്തിട്ടുണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലെ ഏറ്റവും 46% ഓഫ് ദ വെയിറ്റ് കൂടിയിട്ടുണ്ട്. ആൻഡ് ഫുഡിൻ്റെയും ബെവറേജിൻ്റെയും 154 ബേസിക് പോയിന്റ്സ് ആയിട്ട് കൂടിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു ആനുവലൈസ്ഡ് റേറ്റ് ആയിട്ട് പറയുന്നത് 7.47% ആയിട്ടാണ് അതിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇൻഫ്ലേഷൻ ലെവലിൽ വന്നേക്കുന്ന ഇൻക്രീസ് ഒരു 1.3% ഇൻക്രീസ് വന്നു. മന്ത് ഓൺ മന്ത് റേറ്റ് അനുസരിച്ച് പെർസെൻറ്റേജിൽ ഇൻക്രീസ് 1.3% ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഓയിലിൻ്റെയും ഫാറ്റിൻ്റെയും ഇതെടുത്തോ. ഇപ്പം നമ്മൾ ഫുഡ് പ്രൈസ് പറഞ്ഞു അല്ലേ, അല്ലെ ഫുഡ് ആൻഡ് ബെവറേജസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുകയാണ് ഓയിൽ ആൻഡ് ഫാറ്റിൻ്റെ പ്രൈസ് നോക്കി, അത് 18.8% ഇയർ ഓൺ ഇയർ ഇൻക്രീസ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് സീക്വൻഷ്യലി ഒരു 5.3% ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഉക്രൈൻ വോർ ആ സംഭവത്തും കൊണ്ട് തന്നെ ആകപ്പാടെ മൊത്തത്തിൽ ഒരു തകരാറിലായിരിക്കുവാണ് നമ്മുടെ ഇമ്പോർട്ട് ഓഫ് സൺഫ്ലവർ ഓയിൽ. നമുക്ക് സൺഫ്ലവർ ഓയിലിൻ്റെ ഇമ്പോർട്ട് വളരെ തകരാറിലായിരിക്കുവാണ്. ആൻഡ് ഫോഴ്സ്ഡ് എഡിബിൾ ഓയിൽ ഇമ്പോർട്ടേഴ്സ് ടു സീക്ക് ഓൾട്ടർനേറ്റീവ് സപ്ലൈസ് അറ്റ് എ പ്രീമിയം. അതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിലിൻ്റെ പ്രതിസന്ധിയിലായിരിക്കൊണ്ട് തന്നെ ഫോഴ്സ്ഡ് എഡിബിൾ ഓയിൽ അതുകൊണ്ട് തന്നെ എഡിബിൾ ഓയിൽ ഇമ്പോർട്ടേഴ്സിനെ വളരെ ഫോഴ്സ് ചെയ്യിക്കുകയാണ് ടു സീക്ക് സപ്ലൈസ് അറ്റ് എ premium. This is one food item that has been witnessing protracted price pressures. It reflects poorly on the government's efforts to proactively address the supply related issues. Meat and fish prices too saw a sharp
spike at 9.63 annualized and a 5% sequential acceleration. RBI Governor Shaktikanta Das pointedly flagged the war's impact on feed costs and warned that global supply shortages could continue to have a spillover impact on poultry, milk and dairy prices. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ന ഒരു സ്ഥലത്ത് മാത്രമല്ല നമ്മളെ മൊത്തത്തെ എഫക്റ്റ് ചെയ്യാൻ പോവാണ് അതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലിന്റെ ഇമ്പോർട്ട് വളരെ കുറയുവാണ് വോർ കാരണം. അതുകൊണ്ട് തന്നെ എഡിബിൾ ഓയിൽ ഇമ്പോർട്ടേഴ്സിന് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഓൾട്ടർനേറ്റീവ്സ് സപ്ലൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി അതൊരു ഓൾട്ടർനേറ്റീവ് സപ്ലൈസ് അവർ കൊടുക്കുന്ന പ്രീമിയം റേറ്റിലാണ്. അപ്പോൾ അത് വളരെ അഫക്റ്റ്. ഇതാണ് ഒരേ ഒരു ഫുഡ് ഐറ്റം ദാറ്റ് ഇസ് വിറ്റ്നസിങ് പ്രൊട്രാക്റ്റഡ് ലോങ് ആയിട്ട് കുറേ നാളായിട്ട് പ്രൈസ് പ്രഷർ അനുഭവിക്കുന്ന ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഓയിലാണ് കേട്ടോ. ഓയിൽ ഐറ്റമാണ് ഭയങ്കരമായിട്ട് ഈ പറയുന്ന ഭയങ്കര ഒരു എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. ഇറ്റ് റിഫ്ലെക്ട്സ് പോളി ഓൺ ദി, ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ റിഫ്ലക്ട് ചെയ്ത് നമ്മളെ കാണിച്ചു തരുന്ന വെച്ചാൽ ഗവൺമെന്റ് എഫേർട്ട്. ഇത് നമുക്ക് മനസ്സിലാവും, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യത്തിലാണ് ഗവൺമെന്റിന്റെ എഫേർട്ട് വളരെ മോശമായിട്ടുള്ള ഗവൺമെന്റ് എഫേർട്ടിനെ കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. ബിക്കോസ് കാരണം വെച്ചാൽ നമ്മൾ പ്രൊആക്റ്റീവ് ആയിരിക്കണം. ഒരു പ്രശ്നം വരുന്നതിന് മുൻപ് അതിനുള്ള നമ്മൾ പറയും പ്രിക്കോഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും. അപ്പോൾ ഗവൺമെന്റ് പ്രൊആക്റ്റീവ് ആയിരിക്കണം എന്ന് പറയും. പ്രൊആക്റ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എന്താ പറയാ അതിനുള്ള ഇൻചാർജ് ഏറ്റെടുക്കണം. യു ഹാവ് ടു ബി ഡൈനമിക്ലി ഡൈനമിക് വരുമ്പോഴേക്കും യു ഹാവ് ടു ബി ടേക്കിംഗ് ചാർജ് ഏറ്റെടുത്തിട്ടാക്കണം. അത് മാത്രമല്ല ഗവൺമെന്റ് ആണ് റെസ്പോൺസിബിൾ. ഗവൺമെന്റ് പറയണം ഞങ്ങളാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഗവൺമെന്റ് എടുക്കണം. അതുപോലെ ദേ ഹാവ് ടു ബി ഡൈനമിക്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ റെഡി ആയിട്ട് വളരെ ഡൈനമിക്കലി അഡ്രസ് ചെയ്യണം കാര്യങ്ങൾ. ഇതിന്റെ സപ്ലൈ റിലേറ്റഡ് ഇഷ്യൂസിനെ പറ്റി വേഗം അത് അഡ്രസ് ചെയ്യുന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് പറ്റുന്നില്ല. അത് ആ ഒരു പുവർ റിഫ്ലക്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല മീറ്റിന്റെ ഫിഷ് പ്രൈസും മാംസ പ്രൈസ് കൂടുകയാണ്, ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. 9.63% അനലൈസ് ആയിട്ട് കാണിക്കുന്നത്, അതായത് ഒരു 5% സീക്വൻഷ്യൽ ആക്സലറേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് ശക്തികാന്ത ദാസ് അദ്ദേഹം പറയുന്നുണ്ട് ഹി ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? വാറിന്റെ ഇമ്പാക്ട് ഫീഡ് കോസ്റ്റുകൾ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഗ്ലോബൽ സപ്ലൈ ഷോർട്ടേജ് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സപ്ലൈ ഷോർട്ടേജ് വരുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്തോളും, ഇനിയും അത് നീണ്ടു പോകും. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് ആൻ ഇമ്പാക്ട് ഓൺ പോൾട്രി, മിൽക്ക് ആൻഡ് ഡയറി പ്രൈസസ്. നമ്മുടെ പോൾട്രിയിലും മിൽക്കിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സിലൊക്കെ അതിൻ്റെയൊക്കെ പ്രൈസസിലും ഇത് ഇമ്പാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ RBI ഗവർണർ പറയുന്നത്, ശക്തികാന്ത ദാസ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് പാരഗ്രാഫ് ഇസ് ക്ലിയർ ഐ ഗെസ്. ഓക്കെ രേവതി, ഓക്കെ ബൈ. ഡബിൾ വാലിഡിറ്റി വിഷു അല്ലേ? നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് പറയാം. നാളെ ആയിരിക്കും അറിയുള്ളൂ, അത് ഇന്ന് അറിയത്തില്ല. നാളെയാണ് ഇടേണ്ടത്. വിഷുവിനാണെങ്കിൽ നാളെയാണ് കേട്ടോ. ഈ ആർട്ടിക്കിൾ ടീംഡ് ആക്റ്റീവ് എന്താ ഗുരുദാസ് ഡൗട്ട്? ഈ ആർട്ടിക്കിൾ ടീമോ? മസ്റ്റ് ബി ടീംഡ് ആണ്, ആക്റ്റീവ് ആണ്, മസ്റ്റ് ബി ടീംഡ് ഉണ്ടല്ലോ. ഇവിടെ കൊടുത്തേക്കുന്നത് എന്തായിട്ടാണ് കൊടുത്തേക്കുന്നത്? വേർബാ കണ്ടോ. B+V3 ഇത് V3 ഫോമിലാണ് കൊടുത്തേക്കുന്നത്. മസ്റ്റ് ബി ടീംഡ് കണ്ടോ. മസ്റ്റ് കഴിഞ്ഞിട്ട് B കഴിഞ്ഞിട്ട് V3 വന്നേക്കുന്നു. അതായത് പാസീവ് ഫോമിലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഗുരുദാസേ ഇൻഫ്ലേഷൻ മസ്റ്റ് ബി ടീംഡ്, കൺട്രോൾ ചെയ്യണം. വേർബായിട്ടാണ് കൊടുത്തേക്കുന്നത്. V3 ഫോമുലേഷൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന പാസിവൈസേഷൻ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഓൾ റൈറ്റ്. സ്റ്റേറ്റസ് ക്രിയേഷന് MTSന്റെ ഇത് വന്നിട്ടുണ്ട്. MTSന്റെ എന്താണ് ഇന്ന് രാവിലെ ആണ് കേട്ടോ. സോറി, UDCയുടെ റിസൾട്ട് വന്നു. അതുപോലെ MTSന്റെ എന്താണ് അഡ്മിറ്റ് കാർഡ് ഔട്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ഒരു ഷോർട്ട് ഇട്ടേക്കാം, ഉണ്ടെങ്കിൽ നമ്മൾ ഷോർട്ട് വീഡിയോ എന്തായാലും ഇടും കേട്ടോ. ഓക്കെ, കൺസ്യൂമേഴ്സ് ഇൻ ദ ഹിൻഡർലാൻഡ്. നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോട്ടെ. കൺസ്യൂമേഴ്സ് ഇൻ ദ ഹിൻഡർലാൻഡ് വേർ എ വാസ്റ്റ് majority of the poor have been harder hit, with rural inflation running a sizable 71 basic points faster at 7.66%. Food price inflation for rural buyers measured by the Consumer Food Price Index exceeded the 8% level at 8.07%, hinting at the increasing precarity and nutritional vulnerability in the countryside. Most disconcertingly, the March inflation print barely factors in the pass-through impact of the ongoing increases in the pump prices of petrol and diesel, as state-run refiners began raising prices only from March 22. അപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ചാൽ ഹിൻഡർലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോ, അത് ഉള്ളിലോട്ടുള്ള ഏരിയ, റൂറൽ ഏരിയസിലോട്ട്. റൂറൽ ഏരിയ ആണ് ഹിൻഡർലാൻഡ് കേട്ടോ, റൂറൽ ഏരിയ.
എസിലോട്ട് എടുക്കുകയാണെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ വാസ്റ്റ് മെജോറിറ്റി ആൾക്കാർ ജീവിക്കുന്നത്, പൂർ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലം അല്ലെ. അവരെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഹിറ്റ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും പറഞ്ഞു പൂർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യുന്നത്. കാരണം പൈസ ഇല്ലാത്തവന് പൈസ കൊടുക്കാനില്ലല്ലോ, എടുത്തു കൊടുക്കാൻ പൈസ ഇല്ല. അപ്പോൾ പണത്തിന്റെ ഇത് കൂടുമ്പോൾ, വിലകയറ്റം കൂടുമ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാനുള്ള വില 100 രൂപയുടെ സ്ഥാനത്ത് 150 രൂപയാണെങ്കിൽ 50 രൂപ ഇട്ട് കൊടുത്താൽ എൻ്റെ കയ്യിൽ വേണ്ടേ, എൻ്റെ കയ്യിൽ 100 രൂപ പോലും എടുക്കാനുണ്ടാവില്ല. അതാണ് പാവപ്പെട്ടവന്റെ അവസ്ഥ. അതാണ് ഈ പറയുന്ന ഇൻഫ്ലേഷൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പറയാം. അപ്പോൾ നമുക്ക് ബേസിക് സൈസബിൾ 71 ബേസിക് പോയിന്റ്സ് ആയിട്ട് കൂടി, അതായത് ഒരു 7.6% റൂറൽ ഇൻഫ്ലേഷന്റെ ബാധിച്ചേക്കുന്നത് കേട്ടോ. ഫുഡ് പ്രൈസ് ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ച് റൂറൽ ബയേഴ്സിന് ഒരുപാട് അത് ബാധിക്കും. അവരുടെ ഫുഡ് പ്രൈസ് ഇൻഡെക്സിൽ ബാധിക്കും. അതായത് 8% ലെവൽ, അതായത് 8.04% വരും. അപ്പം ഇവിടെ എന്താ വരുന്നത് വെച്ചാൽ ഇവിടെ നമുക്കൊരു അൺസർട്ടനിറ്റിയുടെ കാര്യം, ഇൻസ്റ്റെബിലിറ്റി, അൺസർട്ടനിറ്റിയുടെ ഒരു ഫാക്ടർ വരുന്നുണ്ട്. മാത്രമല്ല ഈ റൂറൽ ആൾക്കാരിലെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വെച്ചാൽ ന്യൂട്രീഷണൽ വൾണറബിലിറ്റി. അവർക്ക് അല്ലെ, അതേ വൾണറബിൾ ന്യൂട്രീഷൻ, മര്യാദയ്ക്ക് ഫുഡ് മേടിച്ച് കഴിക്കാനുള്ള അല്ലെ, വേണ്ട പോഷകം കഴിക്കാനുള്ള പൈസ അവരുടെ കയ്യിൽ വേണ്ടേ, മേടിക്കാനുള്ള പൈസ വേണ്ടേ. അപ്പോൾ ദേ ആർ ഇൻ അൺസ്റ്റേബിൾ സിറ്റുവേഷൻ, വളരെ അൺസ്റ്റേബിൾ ആണ്, അൺസർട്ടൻ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്രീഷണൽ വൾണറബിലിറ്റി ഈ കൺട്രി സൈഡിനെ മൊത്തത്തിൽ അഫക്ട് ചെയ്യുന്നു. അതാണ് ഇതിന്റെ റിസൾട്ടിങ് ഫാക്ടർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഏറ്റവും ഡിസ്റ്റർബിംഗ്ലി നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ മാർച്ച് ഇൻഫ്ലേഷൻ. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഇത് ബെയർലി എഫക്ട് ചെയ്തിരുന്നു, ബെയർലി ഒരു തൽക്കാലത്തേക്ക് എഫക്ട് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ വരുന്ന ഇൻക്രീസ് ഇൻ ഫോറിൻ പ്രൈസസ്, അത് കൂടാതെ വന്നേക്കുന്ന പ്രൈസസ്, ഇപ്പോൾ വന്നേക്കുന്ന പ്രൈസ് അതിലും ഇരട്ടിയാണ്. മാത്രമല്ല അതുകൂടാതെ നിങ്ങൾക്കറിയാം നമ്മുടെ പമ്പ് പ്രൈസസിന്റെ, പെട്രോൾ പ്രൈസസിന്റെയും ഡീസൽ പ്രൈസസിന്റെയും കാര്യങ്ങളോട് നോക്കാം. അത് ഈ പറയുന്ന റിഫൈനേഴ്സ്, സ്റ്റേറ്റ് റൺ റിഫൈനേഴ്സ് അതിന്റെ പ്രൈസ് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. മാർച്ച് 22 നമ്മൾ കണ്ടത് പ്രൈസ് ഹൈക്ക് കൂടിയത് അല്ലേ. ഏപ്രിൽ വന്നപ്പോഴേക്കും നമുക്ക് അതിന്റെ കൂടുതലായിട്ടുള്ള ഇമ്പാക്ട് കാണാൻ പറ്റും. വിത്ത് റോഡ് ഫ്രൈറ്റ് അടുത്ത് അഫക്ട് ചെയ്യുന്ന ഏരിയ ആണ് നമുക്കറിയാം. പമ്പ് പ്രൈസിനെ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലോട്ടാണ്. വിത്ത് റോഡ് ഫ്രൈറ്റ് റേറ്റ്സ് ഓഫ് ട്രാൻസ്പോർട്ടിംഗ് എവറിത്തിങ് ഫ്രം ഫാം പ്രൊഡ്യൂസ് ടു ഇൻഡസ്ട്രിയൽ ഗുഡ്സ് സെറ്റ് ടു റൈസ് ടു റിഫ്ലക്ട് ദ ഇൻക്രീസ് ഇൻ ഫ്യൂൽ കോസ്റ്റ്. ഓഫ് കോഴ്സ്, looking ahead at the 8% inflation seen in the transport and communication subgroup may end up seeming rather tame in comparison to other RBI surveys on households. Inflation expectations and consumer confidence also raise cautionary flags. While the former shows both 3-month and 1-year ahead expectations rose from the last round to 10.7% and 10.8% respectively, the latter points to consumer confidence remaining. അപ്പോൾ നമുക്ക് റേറ്റിലിട്ട് കാര്യങ്ങളോട്ട് നീങ്ങാം. ഇനിയുള്ളത് ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലാണ്. നമ്മുടെ ഗുഡ്സ് അല്ലെ, കാർഗോ, റോഡ് കാർഗോ റേറ്റ്സ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ നോക്കുവാണെങ്കിൽ ഫാം പ്രൊഡ്യൂസ് മുതൽ, സാധാരണക്കാരായ ഫാമേഴ്സിന്റെ പ്രൊഡ്യൂസ് മുതൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് വരെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഫ്യൂൽ കോസ്റ്റ് കൂടുന്നത് കൊണ്ട്, ഇൻക്രീസ് ഇൻ ഫ്യൂൽ കോസ്റ്റ് കൂടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ 8% ഇൻഫ്ലേഷനാണ് അവിടെ ഈ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സബ് ഗ്രൂപ്പിൽ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ദ എൻഡ് അപ്പ് സീമിങ് റാദർ ടൈം ഇൻ കമ്പാരിസൺ. ഇവിടെ ടൈം എന്ന് പറയുന്നത് ഉണ്ടാവും, ഗുരുദാസ് ശ്രദ്ധിക്കണേ, ഇവിടെ ടൈം എന്ന് കൊടുത്തേക്കുന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലാണ്. ഇത് ടൈം ഓക്കെ, കുറയുന്നു, ഇതില്ല, ടൈം ചെയ്യണം എന്നുള്ള രീതിയിൽ. ഓക്കെ, സീമിങ് റാദർ ടൈം ഇൻ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ RBIയുടെ സർവേ അനുസരിച്ച് ഹൗസ് ഹോൾഡ്സിന്റെ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസും കൺസ്യൂമർ കോൺഫിഡൻസ് കുറയ്ക്കുന്നു. അതൊക്കെ വളരെ കോഷണറി ഫ്ലാഗിലോട്ട് എത്തിക്കുവാണ്. നമുക്കറിയാം ഇൻഫ്ലേഷന്റെ എക്സ്പെക്ടേഷൻ പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് കൺസ്യൂമറിന് ഇതില്ല, ഡിമാൻഡ് ഗ്രോത്ത് ഒരുപാട് റിലേറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു തന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇത് വളരെ വല്ലാത്തൊരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 3 മാസത്തെ അല്ലെങ്കിൽ ഒരു 1 ഇയർ എക്സ്പെക്ടേഷൻ എടുത്ത് നോക്കുവാണ്, 3 മാസത്തെ എടുത്ത് നോക്കിയാലും 1 ഇയർ എക്സ്പെക്ടേഷൻ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഇൻഫ്ലേഷൻ കൂടുന്നത് 10%, 8 ഒന്നുമല്ല, 10.7, 10.8%-ലോട്ടൊക്കെയാണ് മാറുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇറ്റ് അഫക്ട്സ് കൺസ്യൂമേഴ്സ് ഓൾറെഡി. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ബിക്കമിങ് നെഗറ്റീവ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ സെന്റിമെന്റ് notwithstanding. Specifically, 1 year ahead expectation on inflation show about 84% consumers see price gains intensifying, and the majority expect to spend more on essential than non-essentials. It is time policymakers act to tame inflation before it dampens consumption and growth any further. പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നൊരു ഇതനുസരിച്ച്, ഇവരുടെ സ്റ്റഡി അനുസരിച്ച്, ഇവർ പറയുന്ന എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഇവർ പറയുന്നതാണ്, ഇനി ഒരു വർഷത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കൺസ്യൂമേഴ്സിന്റെ ഇത് കാണാം. ഇൻഫ്ലേഷൻ ലെവൽ അനുസരിച്ച് കൺസ്യൂമേഴ്സിനെ എഫക്ട് ചെയ്യുന്ന പ്രൈസ് ഗെയിൻസ് എത്രയായിരിക്കും? 84% ഓൺ കൺസ്യൂമേഴ്സിൽ കാണാൻ പറ്റും. ഓക്കെ, അവിടെ മെജോറിറ്റി എടുത്ത് നോക്കിയോ, അവർ കൂടുതലും സ്പെൻഡ് ചെയ്യുന്ന എന്തിലായിരിക്കും? എസെൻഷ്യൽ, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ദാൻ നോൺ എസെൻഷ്യൽസ്.
മാത്രമായിരിക്കും. അപ്പോൾ പോളിസി മേക്കേഴ്സിന് ഇൻഫ്ലേഷൻ ടൈം ചെയ്തില്ലെങ്കിൽ കൺസംഷൻ കുറയും അല്ലേ? ഇറ്റ് ഡാമ്പൻസ് കൺസംഷൻ ഉറപ്പായിട്ടും. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മേടിക്കും, അല്ലാതെ ഒരിക്കലും ഒരു ചെറിയ കാര്യത്തിന് പൈസ കൊടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല, സാധാരണക്കാരുടെ കയ്യിലില്ല. അപ്പോൾ അവർ മേടിക്കില്ല. അങ്ങനെ കൺസംഷൻ കുറയും. കൺസംഷൻ കുറയുമ്പോൾ ഗ്രോത്ത് കുറയും. സോ യു ഹാവ് ടു ബി കെയർഫുൾ എന്ന രീതിയിൽ പറഞ്ഞ വളരെ ഒരു അനാലിറ്റിക്കൽ ആർട്ടിക്കിളാണിത്. അനാലിറ്റിക്കൽ ആണ്, അറ്റ് ദ സെയിം ടൈം ഇൻഫോർമേറ്റീവ് ആണ് കേട്ടോ. ദാറ്റ്സ് ഓൾസോ ഇൻഫോർമേറ്റീവ്. ക്ലിയർ ആയോ? ബേസിക് എപ്പോഴും എല്ലാ മാസവും നമുക്കറിയാം ഒരു 2 ഗ്രോത്ത് റിലേറ്റഡ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് റിലേറ്റഡ് ആർട്ടിക്കിൾ, എക്കണോമിക് ആർട്ടിക്കിൾ ഉണ്ടാവും. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെച്ചോ. ഹൈ രമ്യ, ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ് അഗൈൻ. യെസ്, ഹാപ്പി വിഷു. അപ്പോൾ രമ്യ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ എക്സാം SSC? ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് അഭിനയ, ഹാപ്പി മൗണ്ടി തേഴ്സ്ഡേ. യെസ് അനി, ഹായ്. അപ്പം എന്താ പറഞ്ഞു വന്നേ? രമ്യ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടെ പറയൂ. രമ്യക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പം ആർട്ടിക്കിൾ എങ്ങനെ സെറ്റ് ആയെങ്കിൽ നമുക്ക് പോവാം. നമ്മൾ നേരെ നമ്മുടെ സ്പോട്ട് തെററിലോട്ട് പോവാം അല്ലേ? ആ സെറ്റ്. അതെ, റൂറൽ ആൾക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക പാർവതി. അതാണ് ഈ പ്രശ്നം അല്ലേ? അതാണ് കാര്യം. ഓക്കെ, അപ്പൊ നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ചൈന ഷുഡ് റീകൺസിഡർ ഇറ്റ് സീറോ കോവിഡ് സ്ട്രാറ്റജി ആൻഡ് ഫോളോഡ് സൈൻസ് വൈൽ ഓപ്പണിംഗ് അപ്പ്. ചൈന ഷുഡ് റീകൺസിഡർ ഇറ്റ്സ് സീറോ കോവിഡ് സ്ട്രാറ്റജി ആൻഡ് ഫോളോഡ് സൈൻസ് വൈൽ ഓപ്പണിംഗ് അപ്പ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്നലത്തെ. ഒന്ന് പറയാവോ? ഓക്കെ രമ്യ, ഈസി ആയിരുന്നല്ലേ? ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പം ഞാൻ നാളെ ഉണ്ട്. നാളെ വിഷു അല്ലേ? എന്നാലും വിഷുവാണ്, ദുഃഖവെള്ളിയാഴ്ചയാണ്, എന്നാലും ഉണ്ട്. ഓക്കെ, നാളെ ഉണ്ട്. മറ്റന്നാളുണ്ടാവില്ല, കാരണം നാളത്തെ കഴിഞ്ഞിട്ട് ഞാൻ ലീവാണ്, 2 ദിവസം ലീവാണ്. ഈസ്റ്ററും അതുപോലെ ഇതിലും ഞാൻ ഉണ്ടാവില്ല 2 ദിവസം. ഈസ്റ്ററൊക്കെ ആയിരുന്നു ഫ്രണ്ട്സൊക്കെ വരുന്ന സമയമാണ്. അപ്പം നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇത് കാണില്ല. അപ്പം ഞാൻ നാട്ടിലുണ്ടാവില്ല മിക്കവാറും. അതുകൊണ്ട് സാറ്റർഡേയും സൺഡേയും ലീവായിരിക്കും. അല്ലാതെ നമുക്ക് നാളെയും കൂടെ എടുക്കും നമ്മൾ കേട്ടോ. യെസ്, പറഞ്ഞു. ആൻസർ പറഞ്ഞു. ഓക്കെ, പറയൂ. ആൻസർ പറയോ? ചൈന ഷുഡ് റീകൺസിഡർ ഇറ്റ് സീറോ കോവിഡ് സ്ട്രാറ്റജി ആൻഡ് ഫോളോഡ് സയൻസ് വെൽ ഓപ്പണിംഗ് അപ്പ്. സിമ്പിൾ അല്ലേ? പെട്ടെന്ന് ഒരാളെങ്കിലും ആൻസർ പറഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഗിവ് മീ യുവർ ആൻസർ പീപ്പിൾ, ഗിവ് യുവർ ആൻസർ. ഓക്കെ, ആൻസർ കിട്ടുമോ? ആരുടെയും ഒരാളുടെ ആൻസർ കിട്ടുമോ എനിക്ക്? ഓക്കെ, താങ്ക് യു. അറ്റ് ലാസ്റ്റ് ഫൈനലി പ്രീതു, താങ്ക് യു. ഫോളോ, യെസ്, ഇറ്റ്സ് നോട്ട് ഫോളോഡ് അല്ലേ? ഫോളോ തന്നെ കൊടുക്കണം. കാരണം എന്തുകൊണ്ടാ? ആൻഡ് ആണ്, ഷുഡ് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന V1 ആണ് അല്ലേ? ചൈന ഷുഡ് റീകൺസിഡർ ഇറ്റ്സ് സീറോ സ്ട്രാറ്റജി കോവിഡ് സ്ട്രാറ്റജി ആൻഡ് ഫോളോ. ഏതാണോ ആൻഡിന് മുമ്പ് അല്ലേ കൊടുത്തേക്കുന്ന V1 ആണെങ്കിൽ ഇവിടെ V1 തന്നെ വരണം. കാരണം എന്താണ് കാര്യം? പാരലലിസം. ആൻഡ് എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷന്റെ കൂടെ പാരലലിസം നമ്മൾ കീപ്പ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ ഇത്? സോ പാരലലിസം കീപ്പ് ചെയ്യുക. സിമ്പിൾ സാധനം. സെയിം പാർട്സ് ഓഫ് സ്പീച്ച് കൊടുക്കണം. സോ സെയിം V1 ന് V1, V2 എങ്കിൽ V2 കൊടുക്കാം. ദാറ്റ്സ് ഇറ്റ്. ഫോളോഡ് വരാൻ പാടില്ല, ഫോളോ വരണം. ഓക്കെ, SSC റിസൾട്ട്സ് ഒരു എക്സാം കഴിഞ്ഞിട്ടല്ല, അപ്പോൾ 22 അല്ലേ കഴിയുള്ളൂ. 22 എല്ലാം കഴിഞ്ഞിട്ട് വേണം. അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ വരും കേട്ടോ. അതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഇറ്റ് ഈസ് അൺഡൗട്ടഡ്ലി ആൻ ഇൻസ്റ്റൻസ് ഓഫ് കളക്റ്റീവ് പണിഷ്മെന്റ് ഫോർ ദി അലജ്ഡ് ആക്ട്സ് ഓഫ് യു. ഓക്കെ, ഇതാണ്. ഓക്കെ റെജിൻ, ഗ്രേറ്റ്. യെസ്, ഇറ്റ് ഈസ് അൺഡൗട്ടഡ്ലി ആൻ ഇൻസ്റ്റൻസ് ഓഫ് കളക്റ്റീവ് പണിഷ്മെന്റ് ഫോർ ദി അലജ്ഡ് ആക്ട്സ് ഓഫ് യു. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷനിൽ തരാം കേട്ടോ എല്ലാവരും.
അപ്പോൾ താങ്ക് യു സോ മച്ച് എവ്രി വൺ. നമ്മുടെ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് അതുപോലെ തന്നെ റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീണ്ടും കാണാം അടുത്ത ദിവസം ക്ലാസ്സിൽ. നാളെ കാണാം രാവിലെ 9 മണിക്ക്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ എന്നാണ് നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേര്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ആൻഡ് കോമന്റ് സെക്ഷനിൽ നിർബന്ധമായിട്ടും ആൻസർ തരണേ. ഓക്കെ, അത് മറക്കണ്ട. ആൻഡ് ഷെയർ ഇറ്റ് അമംഗ് ആസ് മെനി ആസ് പോസിബിൾ. മറ്റുള്ളവരോടൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളുടെ സ്റ്റുഡൻറ് സർക്കിൾ, അങ്ങനെ എല്ലാവരും എത്തിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും ഒന്ന് പരിഗണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ Adda247 ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ആപ്പാണ്. നിങ്ങൾക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ, പ്രീ ക്വിസസ് ഒക്കെ കിട്ടും. 10 മിനിറ്റ് ഉള്ള പരിപാടിയല്ലേ ഉള്ളൂ. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ചെയ്തു നോക്കുക. അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് മോക്ക് ടെസ്റ്റുകൾ ആൻഡ് ക്വിസസ്. അപ്പോൾ ചെയ്തു നോക്കുക. ആൻഡ് പോയിന്റ്സ് ഗ്രാബ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു കോഴ്സ് എടുക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു പോയിന്റ് റിഡീം ചെയ്തെടുക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു ഗ്രീറ്റിംഗ്സ് എല്ലാവർക്കും നേരുന്നുള്ളതാണ്. അപ്പോൾ നല്ല സന്തോഷത്തോടെ എല്ലാവരും ഇരിക്കുക. അതുപോലെ താങ്ക് യു, ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.